യെസ്, അപ്പം ശംഖുമുഖത്തെ കാഴ്ചകൾക്കൊപ്പം പ്രഭാത കേരളം ആരംഭിക്കുകയാണ്. കേരളത്തിന്റെ സമഗ്രമായ ഒരു വാർത്താ ചിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നമ്മുടെ റിപ്പോർട്ടർമാർ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വാർത്തകളിലേക്ക് ഒന്നൊന്നായി കടന്നു വരാം. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഈ കിൻഫ്ര പാർക്കിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കിൻഫ്ര പാർക്കിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് സുരക്ഷാ ഓഡിറ്റ് ആരംഭിക്കുകയാണ്. ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ഓഡിറ്റ് നടക്കുക. കൊല്ലത്തെ തീപിടുത്തത്തിന് ശേഷം എല്ലാ മരുന്ന് സംഭരണ കേന്ദ്രങ്ങൾക്കും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ തിരുവനന്തപുരത്തും തീപിടുത്തമുണ്ടായതോടെയാണ് പരിശോധന കൂടുതൽ ശക്തമാക്കുന്നത്. ആശുപത്രികളിൽ ഫയർ സേഫ്റ്റി ഓഡിറ്റും ഉടൻ ആരംഭിക്കും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടപ്പെടാനിടയായ തീപിടുത്തം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ആരോഗ്യവകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ഇതുവരെ ഈ സംഭവത്തിന്റെ അവസ്ഥ. യെസ്, നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ പോവാം. ബി അരുൺ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നു. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ നിരവധി വാർത്തകളുണ്ട്. അതിൽ പ്രധാനം ഇന്നലെ ഉണ്ടായ തീപിടുത്തവും അതിന്റെ തുടർ വാർത്തകളുമാണ്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുമുണ്ട്. ഈ സുരക്ഷാ ഓഡിറ്റ് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം എങ്ങനെയാണ്? ഏതു തരത്തിലാണ് ഈ KMCLന്റെ ഗോഡൌണുകളിലെ പരിശോധന നടത്തുക? മറ്റ് ആരോഗ്യ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിലെ പരിശോധനാ ക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഒപ്പം ഇന്നത്തെ ദിവസം സർക്കാരിന്റെ മറ്റ് നീക്കങ്ങൾ നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? അരുൺ. സജിത്ത്, ഈ മരുന്ന് സംഭരണശാലകളിലെ അല്ലെങ്കിൽ KMCLന്റെ ഗോഡൌണുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തീപിടുത്തം ഇതൊരു പുതിയ സംഭവമല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് കണ്ടു. അതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മരുന്നുകൾ കൂട്ടിയിട്ട് കത്തിച്ചു എന്ന പരാതിക്ക് ഇടയാക്കിയിരുന്നു KMCL. അത് ചിലതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാകാം, മറ്റു പലതും ചില അഴിമതികൾക്ക് വേണ്ടിയാണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ ഉയർന്നു വന്നതാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു വിമർശനമാണ് ഉയരുന്നത്. സ്വാഭാവികമായ ഒരു തീപിടുത്തമായി ഇതിനെ പ്രതിപക്ഷം കാണുന്നില്ല. അടുത്തടുത്ത 2 ദിവസങ്ങളിൽ സ്വാഭാവികമായി ഇത്തരം വലിയൊരു തീപിടുത്തം KMCLന്റെ 2 ഗോഡൌൺ ഉണ്ടാകുമ്പോൾ അത് വലിയ സംശയം ഉയർത്തുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു പരിശോധന, ഈ സുരക്ഷാ ഓഡിറ്റിന് അപ്പുറത്തേക്കുള്ള ഒരു പരിശോധനയും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. വിജിലൻസും പോലീസും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മരുന്ന് സംഭരണ കേന്ദ്രങ്ങളുടെ സുരക്ഷാ ഓഡിറ്റ് ഇന്ന് ആരംഭിക്കാറുണ്ട്. KMCLന്റെ സംസ്ഥാനത്ത് വ്യാപകമായുള്ള ആകമാനമുള്ള മരുന്ന് സംഭരണശാലകളിൽ സുരക്ഷാ ഓഡിറ്റ് ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും സംയുക്തമായാകും ഈ സുരക്ഷാ ഓഡിറ്റ് നടത്തുക. ഇന്നലത്തെ നമ്മൾ ഫയർഫോഴ്സ് DGP തന്നെ പറഞ്ഞതാണ്, ഇവിടെ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും തീപിടുത്തമുണ്ടായാൽ അത് അണയ്ക്കാനുള്ള ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നില്ല. ആ കെട്ടിടത്തിന് തന്നെ ഫയർഫോഴ്സിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അത്തരം ഗുരുതരമായ സാഹചര്യത്തിലാണ് ഒരു പരിശോധനയിലേക്ക് ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും സംയുക്തമായി കടക്കുന്നത്. ആശുപത്രികളിലും ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ ആരംഭിക്കാൻ തീരുമാനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം എത്രത്തോളം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് ഗോഡൌണുകൾ പ്രവർത്തിക്കുക. ഇതെല്ലാം ആശുപത്രിയുടെ ഫാർമസികൾ, ആശുപത്രികളിൽ ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുവെന്ന പരിശോധനയാകും ഇതിലൂടെ ഉണ്ടാവുക. സജിത്ത്. യെസ്, എന്തായാലും ഈ ആരോഗ്യ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളുടെ സുരക്ഷ എത്രമാത്രമുണ്ട് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്നലെ ഗോഡൌൺ മാനേജർ അടക്കം പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച എന്ന് പറയുന്നത് മരുന്നും ബ്ലീച്ചിങ് പൗഡറും ഒരുമിച്ച് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്നലെ തൊട്ട് നമ്മൾ അന്വേഷിക്കുന്ന കാര്യമാണ്. അരുൺ, അതിലെന്തെങ്കിലും ഒരു ധാരണ അത് കൃത്യമായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഈ ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ ഇത്തരത്തിൽ സ്ഫോടനത്തിലേക്ക് നീങ്ങി എന്നുള്ളത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണല്ലോ. ഒപ്പം മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്? വിശദമായ അന്വേഷണത്തിന് അതിലുണ്ടാക്കും. അതുതന്നെയാണ് ഇതിലൊരു അസ്വാഭാവികതയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ബ്ലീച്ചിങ് പൗഡർ മരുന്നുകൾക്കൊപ്പം അവിടെ സൂക്ഷിച്ചിരിക്കുന്നു, അതെങ്ങനെ ഈ ഒരു സ്ഫോടനത്തിലേക്ക് നയിച്ചു എന്ന കാര്യങ്ങളിലൊക്കെ വലിയ പരിശോധന ഉണ്ടാകും. അതാണ് ഒരു സ്വാഭാവികമായ ഒരു തീപിടുത്തമാണോ എന്ന സംശയം ആദ്യഘട്ടം മുതൽ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായ പരിശോധന ഉണ്ടാകും. മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രധാന തീരുമാനങ്ങളിലൊന്ന് ഇന്നലെ ദാരുണമായ അന്ത്യം, ജോലിക്കിടയിൽ മരണപ്പെടുന്ന നമ്മൾ വന്ദനയുടെയൊക്കെ കൊലപാതകത്തിൽ വലിയ ഞെട്ടൽ, വലിയ സങ്കടം കേരളത്തിനുണ്ടായത്. അതുപോലെ അതിന് സമാനമായൊരു അവസ്ഥ തന്നെയാണ് രഞ്ജിത്തിനുമുണ്ടായത്. തൻ്റെ ജോലിക്കിടെ വളരെ ഊർജ്ജസ്വലനായ ഒരു ഫയർമാൻ കൊല്ലപ്പെടുന്നു. അത് തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് ആ ഒരു മരണമുണ്ടായത്. തികച്ചും ഞെട്ടിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയെ തന്നെ അത് മാറി. മന്ത്രിസഭാ യോഗം ഇന്ന് ആ വിഷയം പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.
ഇത്തരത്തിൽ ഇങ്ങനെ കൊല്ലപ്പെട്ട രഞ്ജിത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് ജോലി നൽകാനുള്ള തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിന് ഒരു സാമ്പത്തിക സഹായവും മന്ത്രിസഭായോഗം പ്രഖ്യാപിച്ചേക്കും. 10 മണിക്ക് ഓൺലൈനായാണ് മന്ത്രിസഭായോഗം. ഇതിൻ്റെ കണ്ണൂരുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും ഓൺലൈനായി മന്ത്രിസഭായോഗം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഈ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. യെസ്, അതാണ് അരുൺ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഇന്നലത്തെ ഈ തീപിടുത്തവും അതിന്റെ തുടർ വാർത്തകളുമായിരിക്കും ഇന്ന് തലസ്ഥാനത്ത് നിന്ന് മുഖ്യമായി വരുന്നത്. അരുൺ, നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ബസ് ചാർജും ബസ് ഉടമകളുടെ സമരമാണ്. അതായത് ജൂൺ 7 മുതൽ ബസ് ഉടമകൾ, സ്വകാര്യ ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നവർ ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി ചർച്ച നടത്തുന്നുണ്ട്. സമരപ്രഖ്യാപനം നൽകി നോട്ടീസ് നൽകാനാണ് അവരുടെ നീക്കം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായപരിധി നിശ്ചയിക്കണം, കൺസെഷന്റെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ഒപ്പം തന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തുടരാൻ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, കാരണം സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അതിനിടയിലാണ് ഒരു സമരപ്രഖ്യാപനം സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയിരിക്കുന്നത്. ഇവരുടെ ആവശ്യത്തോട് സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. ഇന്ന് എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച നടക്കുക? സർക്കാരിന്റെ നീക്കം ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അരുൺ, സഹിത്ത് കൺസെഷൻ എന്നും സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത്ര പെട്ടെന്ന് കൺസെഷൻ, അതായത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കാൻ ഒരു സർക്കാരും, അത് ഇടത് സർക്കാരാകട്ടെ UDF സർക്കാരാകട്ടെ, ആർക്കും കഴിയാത്തൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ബസ് ഉടമകളുടെ ദീർഘനാളായ ആവശ്യമാണ് ഈ കൺസെഷൻ എന്ന സംവിധാനം തന്നെ ഇല്ലാതാക്കണം. അത് വലിയ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടാകും. നമുക്ക് പലയിടങ്ങളിൽ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ വലിയ സംഘർഷങ്ങളിലേക്ക് വിദ്യാർത്ഥികളും ഈ ബസ് ഉടമകളുമായി, ബസ് ജീവനക്കാരുമായൊക്കെയുള്ള വലിയ സംഘർഷങ്ങളിലേക്ക് പലപ്പോഴും ഈ കൺസെഷൻ വിഷയം മാറിയിട്ടുണ്ട്. സർക്കാരിനും ഒറ്റയടിക്ക് ഈ ബസ് ഉടമകളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി അതിലുണ്ട്. കാരണം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റവും അധികം സമരം ചെയ്ത് ഒരുപക്ഷെ ഈ കൺസെഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കാം. KSUവിൻ്റെ പഴയകാല സമരങ്ങൾ മുതൽ ഇങ്ങോട്ട് SFIയും മറ്റ് വിദ്യാസംഘടനകളും ഒക്കെ കൺസെഷൻ വിഷയത്തിൽ വലിയ വൈകാരികമായി കാണുന്ന ഒരു വിഷയമാണ് കൺസെഷൻ വിദ്യാർത്ഥി സംഘം. അതുകൊണ്ട് തന്നെ കൺസെഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു നിലപാടിലേക്ക് ഒരു സർക്കാരിനും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോകാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ബസ് ഉടമകളുടെ ഈ ആവശ്യം അവർ വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു. അതെങ്ങനെ മറികടക്കാമെന്ന കാര്യത്തിൽ സർക്കാർ പല തലങ്ങളിൽ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ഇന്ന് 8 മണിക്ക് മന്ത്രി ആന്റണി രാജുവിനെ ബസ് ഉടമകളുടെ സംഘടനാ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ മൻമോഹൻ ബംഗ്ലാവിൽ കാണുന്നതിന് അത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കല്ല, പകരം അവർ സമര നോട്ടീസ്, അവർ സമരം പ്രഖ്യാപിച്ചു, അതുകൊണ്ട് തന്നെ നോട്ടീസ് കൈമാറാനാണ് കാണുന്നത്. അതിനെ തുടർന്ന് ചർച്ചയുടെ സാധ്യതകളും തള്ളിക്കളയാനാകില്ല. കാരണം സൂചിപ്പിച്ച പോലെ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരമൊരു സമരപ്രഖ്യാപനം വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി ബസ് ഉടമകൾ നടത്തിയതാണ്. സർക്കാർ അതിനെ, ഈ സമരത്തെ ഈ ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്താനുള്ള സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും KSRTC ബസ്സിന് നാമമാത്രമായ സർവീസുകളുള്ള സ്ഥലമാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ വലിയ വിഭാഗം വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് സ്കൂളിലേക്ക് എത്തുന്നത്, കോളേജുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സമരം നടത്താതിരിക്കാനുള്ളൊരു സമവായ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ഏത് തരത്തിൽ ബസ് ഉടമകളെ സമവായത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനാകുമെന്ന വലിയ ചോദ്യം സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായും ഉണ്ട്. ഏതായാലും 8 മണിക്ക് ബസ് ഉടമകൾ മന്ത്രി ആന്റണി രാജുവിനെ, ഗതാഗത മന്ത്രിയെ കണ്ട് സമര നോട്ടീസ് കൈമാറും. അരുണ, ഒരു കാര്യം കൂടി ഉള്ളത്, അരുൺ തന്നെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ കഴിഞ്ഞ ദിവസം മദ്യനയം സംബന്ധിച്ച്. ഇന്നത്തെ ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് മദ്യനയം വിഷയം കടന്നു വരാൻ സാധ്യതയുണ്ടോ, അതോ മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കാനാണോ സാധ്യത? മദ്യനയം ഏറെക്കുറെ തയ്യാറാണ്. നയപരമായ തീരുമാനം നേരത്തെ തന്നെ ഇടത് മുന്നണി യോഗത്തിൻ്റെ അജണ്ടയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ മുന്നണി യോഗത്തിൽ ചർച്ചയോ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ മുന്നണി യോഗത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമൊക്കെയാണ് മദ്യനയത്തിന് അംഗീകാരം കൊടുക്കുക. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരമനുസരിച്ച് മദ്യനയത്തിന് മുന്നണിയുടെ തത്വത്തിലുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. എക്സൈസ് വകുപ്പിൻ്റെ ശുപാർശകൾ എക്സൈസ് വകുപ്പ് മന്ത്രി നിയമ വകുപ്പൊക്കെ പരിശോധിച്ച് അതിന് അന്തിമ അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ അത് ഉണ്ടാകുമെന്ന സൂചന അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തിയില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം എക്സൈസ് നയത്തിന്, മദ്യനയത്തിന് അനുമതി നൽകാൻ ഇടയില്ല. ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇത് മാറ്റാനുള്ള സാധ്യതയാണുള്ളത്. സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ മാറ്റിവെക്കുന്നതാകാം. ഏതായാലും സാധാരണഗതിയിൽ ഏപ്രിൽ ആദ്യം
മദ്യനയം വരേണ്ടതാണ്. ഒരു സാമ്പത്തിക വർഷം ആദ്യം തന്നെ മദ്യനയം പ്രഖ്യാപിക്കേണ്ടത്. അതനുസരിച്ച് ബാറുകളുടെ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം വരണം. മറ്റു പുതിയ പ്രഖ്യാപനങ്ങൾ കാതോർത്തിരിക്കുന്നു സംസ്ഥാനത്തെ എക്സൈസ് മേഖല. അതുകൊണ്ട് തന്നെ വരേണ്ടതാണ്. പക്ഷേ ഇതുവരെയും ഇപ്പോൾ ഒരു മാസം പിന്നീട് 2 മാസം ഏപ്രിലും മെയ്യും പിന്നിടുന്നു. എന്നിട്ടും മദ്യനയത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കാര്യമായ തർക്കങ്ങൾ ഇല്ല എന്നാണ് ലഭിക്കുന്ന സൂചന. എങ്കിലും എന്തുകൊണ്ടോ മദ്യനയം വൈകുന്നു. ബാറുകളുടെ ലൈസൻസ് ഫീസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നേരിയ വർധന ഉണ്ടാകുമെന്ന സൂചന ബാർ ഉടമകൾക്ക് സർക്കാർ നൽകിയിരിക്കുന്നു. 30 ലക്ഷമാണ് ബാറുകളുടെ ഇപ്പോഴത്തെ ലൈസൻസ് ഫീസ്. അത് 35 40 ലക്ഷമാക്കി ഉയർത്താനാണ് സാധ്യത. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ മദ്യനയത്തിൽ സർക്കാർ കൊണ്ടുവന്ന IT പാർക്കുകളോട് ചേർന്നുള്ള മദ്യശാലകൾ, അത് സംസ്ഥാനത്ത് നിക്ഷേപത്തിന് വരുന്ന IT മേഖലയിലെ പ്രധാന കമ്പനികൾ, അന്താരാഷ്ട്ര കമ്പനികൾ അടക്കമുള്ളവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് ഈ IT മേഖലയിൽ തുടർച്ചയായി ജോലിയെടുക്കുന്ന ടെക്കികൾക്ക് അവർക്ക് ഉല്ലാസത്തിനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്ത് കുറവാണ്. അവർ 12-18 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഈ IT പാർക്കോട് ചേർന്ന മദ്യശാലകൾ തുടങ്ങാനുള്ള ഒരു നിർദ്ദേശം എടുത്തത്. അത് കഴിഞ്ഞ മദ്യനയത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ചെയ്തു. 1 വർഷം പിന്നിട്ടിട്ടും ഒരു IT പാർക്കോട് ചേർന്നും ഇത്തരത്തിൽ മദ്യശാലകൾ തുടങ്ങിയിട്ടില്ല. അത് ഇതിൻ്റെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പം ആണ് പ്രധാന കാരണം. മറ്റൊന്ന് അതിൻ്റെ ഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്ലബ്ബുകൾക്ക് സമാനമായ ഫീസ് ഈ IT പാർക്കുകളിലെ മദ്യശാലകൾക്ക് ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിച്ചിരുന്നു. പക്ഷേ അതിന് വലിയ വ്യാപകമായ എതിർപ്പ് ഉയർന്നു വന്നു. പിന്നെ ആർക്കൊക്കെ ഇതിന് ലൈസൻസ് നൽകണമെന്ന കാര്യത്തിലുമൊക്കെ വലിയ അവ്യക്തതകൾ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. പക്ഷേ ഇപ്പോഴത്തെ മദ്യനയത്തിൽ വളരെ കൃത്യമായ വ്യവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഫീസിൻ്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കള്ളുഷാപ്പുകൾക്ക് സ്റ്റാർ പദവി നൽകുന്ന ബന്ധപ്പെട്ട തീരുമാനം ഈ മദ്യനയത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ദൂരവിധിയുടെ കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ബാറുകൾക്ക് സമാനമായി കള്ളുഷാപ്പുകൾക്കും നക്ഷത്ര പദവി നൽകാൻ ഈ മദ്യനയത്തിൽ തീരുമാനമുണ്ടാകുമെന്ന സൂചനകളുണ്ട്. ഏതായാലും മദ്യനയം ഇന്നത്തെ മന്ത്രിസഭയിൽ പരിഗണനയ്ക്കില്ല എന്നാണ് ഇന്നലെ രാത്രി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, എക്സൈസ് മന്ത്രി MB രാജേഷിൻ്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി അരുൺ, മറ്റൊരു കാര്യം സഹിത്ത് ഇന്നലെ നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആകെ നാണക്കേടുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇന്നലെ പാലക്കാട് നിന്നും വൈകുന്നേരം പുറത്തു വന്ന വാർത്ത. അദാലത്തിൽ വെച്ച് കൈക്കൂലി വാങ്ങി, അതും മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ അവരറിയാതെ കൈക്കൂലി വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. വളരെ വലിയ തുകയാണ്. അപ്പൊ അദാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് മാറി മന്ത്രിമാരിൽ നിന്നൊക്കെ നേരിട്ട് അപ്പോൾ തന്നെ തീരുമാനം ഉണ്ടാക്കുക, ഉടനടി തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദാലത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ. അവിടെയും ഈ കൈക്കൂലി വരുന്നു എന്നുള്ളത് വലിയ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ആ കേസിൽ പിടിയിലായ പാലക്കയം വില്ലേജ് ഓഫീസർ സുരേഷ് കുമാറിന്റെ താമസ സ്ഥലത്ത് നിന്ന് 35 ലക്ഷം രൂപയാണ് വിജിലൻസ് കണ്ടെടുത്തത്. 45 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപ വിവരങ്ങളും ഇതിന് പുറമെ വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. 17 കിലോ നാണയങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ രാവിലെ മഞ്ചേരി സ്വദേശിയുടെ പരാതി ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിന് 2500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സുരേഷ് കുമാർ പിടിയിലായത്. സുരേഷ് കുമാറിന്റെ കുടുംബ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഊരുട്ടമ്പലം ഗോവിന്ദമംഗലത്തെ വീട്ടിലായിരുന്നു റെയ്ഡ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി VV അരുൺ നൽകും. അരുൺ, അവിടെ റെയ്ഡ് എപ്പോഴായിരുന്നു? അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പിടിച്ചെടുത്തത്? മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന കാലയളവിനുള്ളിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത്ര തുകയാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നിന്ന്, പാലക്കാട് മണ്ണാർക്കാട്ടെ വീട്ടിൽ നിന്ന് ഇന്നലെ വിജിലൻസ് പിടിച്ചെടുത്തത്. 35 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സർവീസ് കാലയളവ് മുഴുവൻ ജോലി ചെയ്താലും അത്തരം ഒരു സമ്പാദ്യം ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കാനാകുമോ എന്ന സംശയമുയരും, അത്ഭുതമുയരും. അത്തരത്തിൽ സമ്പാദ്യം ഉണ്ടാകണമെങ്കിൽ ഏത് രീതിയിൽ അയാൾ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ് ചിന്തിക്കേണ്ടത്. ഏതായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നാണക്കേടുണ്ടാക്കിയ, വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത. അദ്ദേഹം തിരുവനന്തപുരം ഊരുട്ടമ്പലം സ്വദേശിയാണ്. ഇന്നലെ രാത്രി 7 അംഗ സംഘം രാത്രി 10:30 വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. കാര്യമായ എന്തെങ്കിലും അവിടെ നിന്ന് ലഭിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സ്വാഭാവികമായും 2500 രൂപ കൈക്കൂലി വാങ്ങി. അത് തന്നെ നേരത്തെ പലതവണ പല കാര്യങ്ങൾക്ക് അതേ ആളുടെ പക്കൽ നിന്ന് ഇയാൾ കൈക്കൂലി വാങ്ങി 10,000 രൂപ പല തുകകളായി കൈക്കൂലി വാങ്ങിയ ആളാണ്. അവിടെ തന്നെ വീണ്ടും 2500 രൂപ കൈക്കൂലി. അത് മന്ത്രിമാരുടെ അദാലത്ത് നടക്കുന്ന വേദിക്ക് പുറത്ത് വെച്ച് കാണാം എന്നൊരു കരാറുണ്ടാക്കി ഏറ്റവും സുരക്ഷിത താവളമായി ഒരുപക്ഷെ അയാൾക്ക് തോന്നിയത്
ഈ സ്ഥലമായിരുന്നിരിക്കാം. മന്ത്രിമാർ എല്ലാം പങ്കെടുക്കുന്ന അദാലത്ത് നടക്കുമ്പോൾ പുറത്ത് ഇത്തരത്തിലൊരു പരിശോധന ഉണ്ടാകില്ല, അല്ലെങ്കിൽ ധൈര്യമായി വാങ്ങാൻ പറ്റിയ സ്ഥലമായി എങ്ങനെ അയാൾ കണ്ടു എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും അത് പിടിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു. അയാൾക്ക് തുടർ നടപടികൾ എന്ന വകുപ്പ് തല നടപടികൾ ഉണ്ടാകും. വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ഈ പരിശോധനയുടെയൊക്കെ കൂടുതൽ വിവരങ്ങളും ഇന്ന് പുറത്തു വരും. യെസ്, അതാണ് അരുൺ വ്യക്തമാക്കുന്നത്. എന്തായാലും അത് ഒരു ചെറിയ റെയ്ഡല്ല, ചെറിയ കണ്ടെത്തലല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്ര വലിയ തുക എങ്ങനെ അഴിമതി നടത്തുന്നു, കൈക്കൂലി വാങ്ങുന്നു എന്ന ചോദ്യമുണ്ട്. എന്തായാലും അതിൽ നിരവധി ദുരൂഹതകളുണ്ട്, അതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അരുൺ എന്തായാലും തുടരുക. മറ്റു ചില വാർത്തകൾ കൂടി അരുണിൽ നിന്ന് നോക്കാം, നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു വാർത്ത നമുക്ക് നോക്കുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സർക്കാർ സ്ഥാപനമായ സ്പേസ് പാർക്കിൽ ജോലി തേടിയെന്ന കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഈ കേസിന്റെ പ്രത്യേകത, സ്വപ്ന സുരേഷ് ഇന്ന് തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാകും. നേരിട്ട് സ്വപ്ന നേരിട്ട് ഹാജരായപ്പോഴൊക്കെ വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലെ, വെല്ലുവിളിച്ചിട്ടുണ്ട് പലരെയും. അപ്പൊ ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 4-ലാണ് കേസ് പരിഗണിക്കുന്നത്. സ്വപ്ന നേരിട്ട് കോടതിയിൽ ഹാജരാവും. സ്പേസ് പാർക്കിലെ നിയമനത്തിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ സ്വപ്ന സുരേഷ് 1-ാം പ്രതിയും പഞ്ചാബ് സ്വദേശി സച്ചിൻ ദാസ് 2-ാം പ്രതിയുമാണ്. പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. അതേസമയം തന്റെ നിയമനം നടത്തിയത് ശിവശങ്കർ ആണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വപ്ന സുരേഷ് എന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. അരുൺ, ഈ നിലവിൽ സ്വപ്ന സുരേഷ് ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അവര് താമസിക്കുന്ന ബംഗളൂരുവിലാണ്, കേരളത്തിലില്ല. ഈ ബംഗളൂരിൽ നിന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ ഈ കേസിന്റെ ആവശ്യങ്ങൾക്കായി സ്വപ്ന സുരേഷ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരുമെന്നാണ് അറിയുന്നത്. എപ്പോഴൊക്കെയായിരിക്കും ഈ കേസ് പരിഗണിക്കുക? സ്വപ്ന കേരളത്തിലുണ്ടോ? എന്തൊക്കെയായിരിക്കും അടുത്ത നീക്കങ്ങൾ? അരുൺ. 11 മണിക്ക് കേസ് കോടതി പരിഗണിക്കും. ജുഡീഷ്യൽ 4-ാം ക്ലാസ് മജിസ്ട്രേറ്റ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 ആണ് കേസ് പരിഗണിക്കുന്നത്. സ്വപ്ന എന്നൊക്കെ തലസ്ഥാനത്തെത്തിയിട്ടുണ്ടോ അന്നൊക്കെ വാർത്ത തന്നെയായിരുന്നു സ്വപ്നയുടെ വരവ്. എപ്പോഴും ചൂടുള്ള വാർത്തയാണ് സ്വപ്നയുമായി ബന്ധപ്പെട്ട, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ. സ്വപ്ന തലസ്ഥാനത്ത് എത്തുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എങ്കിൽ കോടതിയിൽ എന്ത് നിലപാടാകും സ്വപ്ന കേസ് സ്വീകരിക്കുക? കോടതിക്ക് പുറത്ത്, കോടതിയിൽ സാധാരണ ഒരു കേസിൻ്റെ നടപടിക്രമം മാത്രമാണ് അതിലെ പ്രതി ഹാജരാകുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെല്ലാം വെളിപ്പെടുത്തലുകളുമായാണോ സ്വപ്ന വരുന്നത്, ആരോപണങ്ങളുമായാണോ വരുന്നത്? ഓരോ സമയം സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും വലിയ വാർത്തയായത് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ വരവ് ആ രീതിയിൽ വളരെ ആകാംക്ഷ ഉണർത്തുന്നതാണ്. ഈ കേസിൻ്റെ ഒരു മെറിറ്റിലേക്ക് കടന്നാൽ, അല്ലെങ്കിൽ അത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കടന്നാൽ, ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ സമയത്ത് ഏറ്റവും അധികം ചർച്ചയായ വിവാദങ്ങളിൽ ഒന്നാണ് ഈ സ്വപ്നയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ്. ആ വ്യാജ ബിരുദം ഉപയോഗിച്ച് സ്പേസ് പാർക്കിൽ സ്വപ്ന നിയമനം നേടി. പിന്നീട് അത് കന്റോൺമെൻറ്റ് പോലീസ് കേസ് എടുക്കുകയായിരുന്നു. സ്പേസ് പാർക്കിൽ കൺസൾട്ടൻ്റായി നിയമിച്ച സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകണം ആവശ്യപ്പെട്ട് KSITL പ്രൈസ് വാട്ടർ കോർപ്പറേഷന് കത്ത് നൽകിയതും പിന്നീട് അത് തള്ളിയതുമൊക്കെ വലിയ വിവാദമായ കാര്യമാണ്. ഏതായാലും സ്വപ്ന സുരേഷിൻ്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ അവർ ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കോടതിക്കുള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ, അതിനപ്പുറത്തേക്ക് സ്വപ്ന സുരേഷിന് എന്തെല്ലാം പുതുതായി മാധ്യമങ്ങളോട് പറയാനുണ്ട്, അല്ലെങ്കിൽ ആർക്കെതിരെയാണ് സ്വപ്നയുടെ ഇന്നത്തെ ആരോപണങ്ങൾ നീളുന്നതെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ നോക്കുന്നത്. സ്വപ്ന സുരേഷ് ഹാജരാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. ശരി അരുൺ, എന്തായാലും തിരുവനന്തപുരത്ത് നിരവധി വാർത്തകളുണ്ട്, വലിയ ചൂടുണ്ട്. ഇപ്പൊ രാവിലെ തന്നെ ഈ ശംഖുമുഖത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പുലർന്നപ്പോൾ തന്നെ ഇത്ര ചൂടാണെങ്കിൽ ഇനി അങ്ങോട്ട് വലിയ ചൂടായിരിക്കും. അതിനൊപ്പം തിരുവനന്തപുരത്ത് വാർത്താ ചൂടുമുണ്ട്. എന്തായാലും അരുൺ വാർത്തകളുമായി സജീവമായിരിക്കും ഈ ദിവസം. എല്ലാ ആശംസകളും നേരുകയാണ്. നല്ലൊരു വാർത്താ ദിനം ആശംസിക്കുന്നു അരുണിന്. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം സജിത്ത്. കൊച്ചിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാലിന്യ പ്രശ്നം കോൺഗ്രസ് സജീവമാക്കിയിരിക്കുകയാണ്. DCCയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായിട്ടുണ്ട്. ഇതിനിടെ ബ്രഹ്മപുരത്ത് പുതിയ പദ്ധതികൾ കൊച്ചി കോർപ്പറേഷൻ പ്രഖ്യാപിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകളിലും മാലിന്യ പ്രശ്നം രൂക്ഷമാണ് എന്ന വാദം ഉയർത്തി പ്രതിരോധിക്കാനാണ് CPMന്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം. ബ്രഹ്മപുരത്തെ മാലിന്യപ്പുക അണഞ്ഞുവെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇപ്പോഴും കത്തിപ്പടരുകയാണ് കൊച്ചിയിലെ എക്കാലത്തെയും തീരാ ദുരിതമായ മാലിന്യ പ്രശ്നം. ബ്രഹ്മപുരത്തിനു പകരം മറ്റൊരു പദ്ധതി കോർപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയാണെങ്കിലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാലിന്യ പ്രശ്നം സജീവ ചർച്ചയാക്കി നിലനിർത്തുകയാണ് കോൺഗ്രസ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി.
കൊച്ചി കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ജാഥ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ കോൺഗ്രസിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് LDFന്റെ മറുപടി ഇങ്ങനെ: ഈ തൃക്കാക്കര ആരാ ഭരിക്കണത്? ചേരാനല്ലൂർ ആരാ ഭരിക്കണത്? കളമശ്ശേരി ആരാ ഭരിക്കണത്? ഞാൻ പറഞ്ഞ ഇതൊന്നും പൊളിറ്റിക്കലായിട്ട് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് എന്തിനാണ് നമ്മുടെ 2 മന്ത്രിമാര് വന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളോട് ചർച്ച ചെയ്ത് എന്തിനാ? MP MLA മാരോടൊക്കെ ചർച്ച ചെയ്ത് എന്തിനാ? ഈ കാര്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പോകരുതെന്നുള്ളത് കൊണ്ടാണ്. ഇത് ഒരു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കൊച്ചി കോർപ്പറേഷന്റെ ബ്രഹ്മപുരം പ്ലാന്റ് പ്രതിസന്ധിയിലായപ്പോ ഈ ചുറ്റുമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ, അവിടെ മാലിന്യം സംസ്കരിക്കുന്നതും അതിനെ ആശ്രയിച്ചിരുന്നതും കൊച്ചി മാത്രമല്ലല്ലോ. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചി മാത്രമല്ലല്ലോ, എല്ലാവർക്കും അതിൽ ബാധ്യസ്ഥയില്ലേ? 31-ന് വാഹന പ്രചരണ ജാഥ അവസാനിക്കും. K. മുരളീധരനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ബ്രഹ്മപുരം തീപിടുത്തത്തിനു ശേഷം മാലിന്യ നീക്കം പുനഃസ്ഥാപിച്ചുവെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ജൂൺ 4-ന് മൺസൂൺ എത്തുന്നതോടെ നീക്കം പ്രതിസന്ധിയിലായേക്കും. ഇത് മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം. News 18 കൊച്ചി. യെസ്, അതാണ് കൊച്ചിയുടെ രാഷ്ട്രീയം. എന്തായാലും കൊച്ചിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ സാധ്യതകൾ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ അവിടെ സജീവമാവുന്നു എന്നതാണ് പശ്ചാത്തലം. സുവി വിശ്വനാഥൻ നമുക്കൊപ്പം ചേരുന്നു. സുവി, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ മാലിന്യ പ്രശ്നം കേരളം ചർച്ച ചെയ്താണ്. ബ്രഹ്മപുരം അടക്കമുള്ള പ്രതിസന്ധികൾ. പൊതുവിൽ അവിടുത്തെ മാലിന്യ പ്രശ്നത്തിൽ കോർപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമായി അവരത് ഏറ്റെടുക്കുകയാണ്. മറുപടിയുമായി ഇടതുമുന്നണിയും രംഗത്തുണ്ട്. ഏതു തരത്തിലുള്ള നീക്കങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത്? മാലിന്യം എങ്ങനെയാണ് ഒരു മുഖ്യ ചർച്ചാ വിഷയമാവുക കൊച്ചിയിൽ? സുവി. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. ഇത് ബ്രഹ്മപുരത്തേക്കാണ് കുറേ നാളുകളായി, വർഷങ്ങളായി തന്നെ കൊണ്ടുപോകുന്നത്. അതിൽ പല ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്, ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചതേയില്ല. പക്ഷേ ഇടക്കാലത്ത് ഈ അടുത്ത സമയത്താണ് വലിയ തോതിൽ ഒരു തീപിടുത്തം, അഗ്നിബാധ തന്നെ ബ്രഹ്മപുരത്തുണ്ടായത്. അതിനെ തുടർന്ന് വലിയ ക്ലേശമാണ് കൊച്ചി നിവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് കഴിയാത്ത സാഹചര്യം, ആ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം, പ്രത്യേകിച്ചും കിലോമീറ്ററുകൾ ഇപ്പുറത്ത് നഗരത്തിലേക്ക് പോലും പുക വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകൾക്ക് ശുദ്ധവായു കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായി. ആസ്മ പോലെ ശ്വാസരോഗങ്ങൾ അലട്ടുന്നവർ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. ഏതായാലും അത് സംബന്ധിച്ച് വലിയ വിവാദവും ചർച്ചയും മറ്റും ഉണ്ടായി. അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ബ്രഹ്മപുരത്തേക്ക് മാലിന്യ നീക്കം പുനഃസ്ഥാപിച്ചുവെങ്കിലും നഗരത്തിൽ പലയിടത്തും ഇപ്പോൾ അത് കെട്ടിക്കിടക്കുകയാണ്. ജൂൺ 1 മുതൽ ബ്രഹ്മപുരത്തേക്ക് ഇനി മാലിന്യം കൊച്ചി കോർപ്പറേഷനു കൂടെ കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മാലിന്യ നീക്കം കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് മാറും. അതിന് മുമ്പായി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഈ 10 ദിവസത്തിനുള്ളിൽ അതെങ്ങനെ പരിഹരിക്കും എന്നതിൽ ഒരു കൃത്യമായ ഒരു മറുപടി നൽകാൻ കോർപ്പറേഷന് പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊച്ചി നഗരം പോവുക. ഒപ്പം മഴക്കാലം എത്തിയാൽ വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ട് കൊച്ചിയെ സംബന്ധിച്ചുണ്ടാക്കും. പലയിടങ്ങളിലും ഗതാഗതം നടക്കില്ല, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. ആ രീതിയിൽ വെള്ളക്കെട്ടും രൂക്ഷമായൊരു പ്രതിസന്ധിയാകും. ആ ഒരു സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കൊച്ചി കോർപ്പറേഷനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒരു നീക്കം, അതായത് ഈ മാലിന്യ പ്രശ്നം ഒരു സജീവ ചർച്ചയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് ഈ വാഹന പ്രചരണ ജാഥ നടക്കുക. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ വാഹന പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഈ വാഹന പ്രചാരണ ജാഥ കടന്നു പോകും. തുടർന്ന് 31-നാണ് സമാപനം. അന്ന് K. മുരളീധരൻ ഇവിടെ എത്തുകയും ചെയ്യും. അതോടുകൂടി ഇത് ഒരു പൂർണ്ണമായ സജീവമായ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് വെച്ചു പുലർത്തുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ LDFും നടത്തുന്നുണ്ട്. LDF പ്രധാനമായും എടുത്തു പറയുന്നത് കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല ഈ ഒരു സ്ഥിതിവിശേഷം ഉള്ളത്.
സമീപത്തെ തൃക്കാക്കരയാവട്ടെ, മരടാവട്ടെ, കളമശ്ശേരിയാകട്ടെ, ചേരാനല്ലൂരാകട്ടെ, ഈ നഗരസഭകളിലെല്ലാം തന്നെ ഈ മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. അതെല്ലാം തന്നെ UDF ഭരിക്കുന്ന നഗരസഭകളാണ്. അതിലൂടെ ഞങ്ങൾ ഒരു വാഹന പ്രചരണ ജാഥ നടത്തിയാൽ, അതായത് കൊച്ചി നഗരത്തെ തൊടാതെ ഒരു വാഹന പ്രചരണ ജാഥ ഞങ്ങൾക്കും ആരംഭിക്കാൻ സാധിക്കും. എന്നാൽ ആ രീതിയിലല്ല ഒരു മാലിന്യ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു മറുപടിയാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ, അത് പരിഹരിക്കാനുള്ള, ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി കോർപ്പറേഷൻ നടത്തുന്നു. പക്ഷേ ഈ 10 ദിവസം കൊണ്ട് കണ്ടറിയണം കോർപ്പറേഷന് എന്തെല്ലാം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന്. അതാണ് സുവി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ കൊച്ചിയിൽ നിന്ന് ഇന്ന് വരാനുള്ളത്, ഈ പൊന്നമ്പലമേട്ടിൽ കടന്നു കയറി പൂജ നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു. ആ കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. കേസിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇന്ന് വിശദീകരണം നൽകുമെന്നാണ് അറിയുന്നത്. ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുവി, ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ വിശ്വാസത്തിനപ്പുറം ഒരു നിയമലംഘനം കൃത്യമായി അവിടെ നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ തന്നെ ആകില്ലേ ഹൈക്കോടതി ഈ വിവരങ്ങൾ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദിച്ചിരിക്കുക? അതിലേത് രീതിയിലുള്ള വിശദീകരണമാണ് ഇതുവരെ അവർ നൽകിയിട്ടുള്ളത്? ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യം? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. പ്രധാനമായും പൊന്നമ്പലമേട് എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. ഈ മേഖലയിലേക്ക് കടന്നു കയറി പൂജ നടത്തി എന്ന് പറയുമ്പോൾ അത് വനംവകുപ്പിന്റെയും ദേവസ്വത്തിന്റെയും വീഴ്ച തന്നെയാണ്. വനംവകുപ്പ് വാച്ചർമാരെ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടാണ് പൂജ നടത്തിയത് എന്ന് ഈ കേസിൽ പ്രതിയായ നാരായണസ്വാമി പല തവണകളിലായി വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്ന് തിരുവിതാംകൂർ ദേവസ്വത്തിനും അതുപോലെ തന്നെ സർക്കാരിനും കോടതിയെ അറിയിക്കേണ്ടി വരും. ഒരു റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെ ഒരു വിമർശനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ശബരിമലയുടെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഈ കേസെടുത്തിരിക്കുന്നത്. സ്വമേധയാ ആണ് പൊന്നമ്പലമേട്ടിൽ പൂജ നടന്ന സംഭവത്തിൽ ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ ന്യൂസ് 18 ആണ് ഈ ഒരു വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. പൊന്നമ്പലമേട്ടിൽ കടന്നു കയറി ഒരു പൂജ നടത്തി എന്ന വാർത്ത ന്യൂസ് 18 ആണ് പുറം ലോകത്തെ അറിയിച്ചത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി വനംവകുപ്പും മറ്റ് പോലീസും രംഗത്ത് വന്നു എങ്കിൽ കൂടിയും ആ ഒരു സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കോടതിയെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അറിയിക്കേണ്ടി വരും. അശ്വതി. യെസ്, അതാണ് കൊച്ചിയുടെ വാർത്തയിൽ മുഖ്യമായി നിൽക്കുന്ന വാർത്തകൾ. ഒന്ന് മാലിന്യ പ്രശ്നം, അതിന് എങ്ങനെ പരിഹാരം, അത് രാഷ്ട്രീയ വിവാദമാകുന്നു. മറ്റൊന്ന് ഈ പൊന്നമ്പലമേട്. അതെ സുവി, എന്തായാലും ഒരു നല്ല വാർത്താ ദിനം ആശംസിക്കുകയാണ് രാവിലെ പ്രഭാത കേരളത്തിനൊപ്പം ചേർന്നതിന് നന്ദി. നമ്മളിനി ഒരുപാട് വാർത്തകൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം സജിത്തും ആര്യയും ഇതേ സ്ഥലത്ത് നിന്ന് പ്രഭാത കേരളം ചെയ്തപ്പോൾ ഒരു ചെറിയ നായക്കുട്ടി ആര്യയുടെ സൈറ്റിന്റെ അടുത്തേക്കൊക്കെ വന്നത് വലിയ വൈറലായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന തെരുവ് നായ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് രാവിലെ ഇങ്ങോട്ടേക്ക് പ്രഭാത സവാരിക്ക് അടക്കം വരുന്നുണ്ട്. പക്ഷേ സുരക്ഷിതമല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പട്ടികളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്, അല്ലെ? അതൊരു വലിയ പ്രശ്നമാണ്. അശ്വതി, എനിക്ക് തോന്നുന്നു ഈ ശംഖുമുഖം കേരളത്തിലെ പ്രസിദ്ധമായ ബീച്ചുകളിലൊന്നാണ്. അപ്പൊ ഈ ബീച്ചിന്റെ സൗന്ദര്യം എക്കാലം നഷ്ടപ്പെടുന്നു എന്നതായിരുന്നു ആശങ്ക. കാരണം തീരം നഷ്ടപ്പെട്ടു എന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ തീരം തിരികെ വന്നിട്ടുണ്ട്. കാരണം തീരം തിരികെ വന്നു, ആൾക്കാർക്ക് തീരത്തിറങ്ങാനൊക്കെയുള്ള വലിയ വിശാലമായ മണൽപ്പരപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമാണ്. കാരണം പല നിർമ്മാണങ്ങളും നടത്തിയിട്ടും അതെല്ലാം തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. കടൽ തിട്ടായി നോയിക്കിടക്കുന്നു. നിരവധി പേര് ഇവിടെ വരുന്ന സ്ഥലമാണ്, അശ്വതി സൂചിപ്പിച്ച പോലെ. പക്ഷെ അവിടെ ആ തരത്തിലുള്ള സൗകര്യങ്ങളില്ല. കാരണം എങ്ങനെയും ശംഖുമുഖത്തെ സംരക്ഷിക്കണം എന്നതൊരു അജണ്ടയായി സർക്കാർ മാറ്റണം എന്നതാണ് കുറെ ദിവസങ്ങളായി ഇവിടെ വന്നു പോകുന്നത് നമുക്കും പറയാനുള്ളത്. കാരണം ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുമ്പോൾ ഈ നമ്മൾ കാണുന്നുണ്ട് പലയിടങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. രാവിലെ തന്നെ ഇങ്ങോട്ടേക്കൊക്കെ എത്തി ഇവിടെ കടൽ തീരമൊക്കെ ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. അവർക്ക് ചേച്ചി പറഞ്ഞ പോലെ ഒരു രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും നമുക്കൊരു ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാൻ സാധിക്കും. ഇടവേള.
നമുക്കിനി കുറച്ച് മറ്റു വാർത്തകളിലേക്ക് പോകാം. സജിത്ത്, ഭരണ പ്രതിപക്ഷ യൂണിയനുകളുടെ പണിമുടക്ക് ഭീഷണി അവഗണിച്ച് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്ന നടപടികളുമായി KSEB മുന്നോട്ട് പോവുകയാണ്. ടെൻഡർ സമർപ്പിച്ച 4 കമ്പനികളിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്തത് തുടർ നടപടികളിലേക്ക് കടന്നു. സംഘടനകളുടെ എതിർപ്പ് ഒഴിവാക്കാൻ ഇടത് ട്രേഡ് യൂണിയനുകളുമായി വൈദ്യുതി മന്ത്രി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് ആ ചർച്ച. സ്മാർട്ട് മീറ്റർ സംബന്ധിച്ച് സർക്കാർ നയപരമായ തീരുമാനമെടുക്കുന്നതുവരെ ടെൻഡർ നടപടികൾ നിർത്തിവെക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി യൂണിയനുകൾക്ക് ഉറപ്പു നൽകിയത്. അതേസമയം അടുത്ത മാസം 10-ന് മുമ്പ് ടെൻഡർ ഇവാലുവേഷൻ നടപടികൾ പൂർത്തിയാക്കാനാണ് ബോർഡ് നീക്കം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ AI ക്യാമറ വിവാദത്തിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കായി സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതി ഇന്ന് യോഗം ചേരുകയാണ്. ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകരന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ വ്യവസായ, ധന, IT വകുപ്പ് പ്രതിനിധികളും ഗതാഗത കമ്മീഷണറുമാണ് അംഗങ്ങൾ. ജൂൺ 5 മുതൽ പിഴ ഈടാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളും കെൽട്രോണുമായുള്ള അന്തിമ കരാറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും ചർച്ച ചെയ്യും. 3 മാസത്തിനിടെ സമഗ്ര കരാറിലേക്ക് പോയാൽ മതിയെന്നാണ് ഗതാഗത വകുപ്പ് തീരുമാനം. അതേസമയം ക്യാമറകളുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് ഇതുവരെ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്, വലിയ ചർച്ചയായ വാർത്തയാണ്. കൊടി പിടിക്കുന്നവർക്ക് മാത്രമേ ST പ്രൊമോട്ടർമാരായി ജോലിയുള്ളൂ എന്ന വലിയ വാർത്ത നമ്മൾ പുറത്തുവിട്ടു. ആ AKS നേതാവിന്റെ ശബ്ദരേഖയാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത് തള്ളിയിരിക്കുകയാണ് ആദിവാസി ക്ഷേമ സമിതി. ഈ സംഘടനയുടെ നിലപാടല്ല ശബ്ദരേഖയിൽ പറയുന്നതെന്നാണ് AKSന്റെ വാദം. സർക്കാരിനെ കരിവാരി തേക്കാനും ആദിവാസികൾക്കിടയിൽ സംഘടനയ്ക്കുള്ള സ്വാധീനം ഇല്ലാതാക്കാനും ബോധപൂർവമായ ശ്രമം നടത്തുന്നുവെന്നും AKS സംസ്ഥാന ഭാരവാഹികൾ പറയുന്നു. എന്നാൽ ശബ്ദരേഖയിലൂടെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയ ജില്ലാ നേതാവിനെതിരെ നടപടിയെടുക്കുമോ എന്ന കാര്യത്തിൽ AKS നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ആൾമാറാട്ടത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. കേരള യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൾമാറാട്ടം നടന്നത് സാധൂകരിക്കുന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേസിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ GJ ഷൈജു 1-ാം പ്രതിയും SFI നേതാവ് വിശാഖ് 2-ാം പ്രതിയുമാണ്. ആൾമാറാട്ടം നടത്തി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ UUC പട്ടികയിൽ ഇടം നേടിയ SFI നേതാവിന് മത്സരിക്കാനുള്ള യോഗ്യതയുമില്ലെന്ന വിവരവും ഇവരുടെ പുറത്തു വന്നിരുന്നു. ലിംഗോ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 22 വയസ്സുവരെ മാത്രമേ മത്സരിക്കാൻ കഴിയൂ. എന്നാൽ 1998-ൽ ജനിച്ച വിശാഖിന് 24 വയസ്സ് കഴിഞ്ഞു. ഇത് മറച്ചുവെച്ചാണ് പ്രിൻസിപ്പൽ വിശാഖിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തി സർവകലാശാലയ്ക്ക് നൽകി. ഇനി ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കായുള്ള അറിയിപ്പാണ്. അതായത് യാത്രക്കാരുടെ ശ്രദ്ധിക്കുക. വന്ദേ ഭാരത് അടക്കം 7 ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. എത്തിച്ചേരുന്ന സമയത്തിലാണ് മെയ് 28 മുതൽ മാറ്റം വന്നിരിക്കുന്നത്. പുതിയ സമയക്രമം പ്രകാരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഉച്ചയ്ക്ക് 1:20 മാത്രമാകും കാസർഗോഡ് എത്തുക. കൊച്ചുവേളി, മംഗളൂരു, അന്ത്യോദയ, ദ്വാര എക്സ്പ്രസ് രാവിലെ 9:15 മംഗളൂരു ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കുക. തിരുവനന്തപുരം മംഗളൂരു മലബാർ ഡെയിലി എക്സ്പ്രസ് രാവിലെ 10:25 മംഗളൂരു സെൻട്രലിൽ എത്തിച്ചേരും. നാഗർകോവിൽ മംഗളൂരു സെൻട്രൽ ഏർനാട് ഡെയിലി എക്സ്പ്രസ് വൈകുന്നേരം 5:50 മംഗലാപുരത്ത് എത്തുക. തിരുവനന്തപുരം മംഗളൂരു ഡെയിലി എക്സ്പ്രസ് 11:20 മംഗളൂരു സെൻട്രലിൽ എത്തിച്ചേരും. കോയമ്പത്തൂർ നാഗർകോവിൽ പ്രതിദിന സൂപ്പർഫാസ്റ്റ് തിരുനെൽവേലി ജംഗ്ഷനിൽ 3 മണിക്ക് എത്തി 3:05 പുറപ്പെടും. ചെന്നൈ എഗ്മോർ കന്യാകുമാരി ഡെയിലി സൂപ്പർഫാസ്റ്റ് തിരുനെൽവേലി ജംഗ്ഷനിൽ പുലർച്ചെ 3:20 എത്തി 3:25 പുറപ്പെട്ട് 5:35 കന്യാകുമാരിയിൽ എത്തിച്ചേരും. എന്തായാലും ട്രെയിൻ സമയത്തിൽ വലിയ മാറ്റം വരുന്നുണ്ട്. 28 മുതലാണ് മാറ്റം. ട്രെയിനിൽ സഞ്ചരിക്കുന്നവരെല്ലാവരും എന്തായാലും ആ സമയക്രമം ഒന്ന് നോക്കി വയ്ക്കുക. അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ചു. തിരുവനന്തപുരത്തിന്റെ ചിത്രം, കൊച്ചിയുടെ ചിത്രമൊക്കെ അറിഞ്ഞു. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും ഇനി നമുക്ക് ദേശീയ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. കേരളത്തിന് പുറത്തും നിരവധി വാർത്തകളുണ്ട്. അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള പോകാം. തോരണം തൂക്കി അലങ്കരിച്ച പന്തലിന് കീഴിലായിരുന്നു ഐവർകളി അരങ്ങേറിയത്.
ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ ചുവടുകളും കൈമുദ്രകളും തലമുറകളായി കൈമാറി വന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ കീർത്തനങ്ങളും അഭ്യസിച്ചതിന് ശേഷമാണ് കൊച്ചുകുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കളിക്കാർ തട്ടിലേറുന്നത്. പരമ്പരാഗതമായി ഐവർകളി പരിശീലിപ്പിക്കുന്ന മുണ്ടക്കയം സ്വദേശി അയ്യപ്പദാസും ശിഷ്യന്മാരുമാണ് നാടുകാണിയിലെത്തി കലാരൂപം അവതരിപ്പിച്ചത്. വനവാസകാലത്ത് അവര് വനത്തിലൂടെ വന്നപ്പോൾ ആദിവാസികളെ കണ്ടുമുട്ടി അവരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ ഐവർകളികൾ തലമുറകളായിട്ട് ഇങ്ങനെ പകർന്നു വന്നുകൊണ്ടിരിക്കും. അത് ഞങ്ങളിപ്പോഴും കാട്ടിൽ നിന്നുള്ളത് നാട്ടിലേക്ക് വന്നപ്പോഴും ആ കലകൾക്കൊന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ അന്വേഷിച്ച് എഴുതിരിയിട്ട വിളക്കിനു മുന്നിൽ നാക്കിലയിൽ അരി, പൂവ്, നാളികേരം എന്നിവ വച്ച് പ്രാരംഭ ചടങ്ങെന്നോണം വിളക്കിനെ വന്ദിച്ച് തൊഴുകൈയോടെയാണ് പ്രത്യേക വേഷത്തിലെത്തിയ കളിക്കാർ ചുവടുവെക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു കളിയവതരണം നടന്നത്. ന്യൂസ് 18 ഇടുക്കി. കുറ്റിക്കോലിലെ സൺഡേ തിയേറ്ററാണ് അഭിനയ പരിശീലനത്തിനായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുതിർന്നവരും വിദ്യാർത്ഥികളുമായി 75 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സംവിധായകനും ദേശീയ അവാർഡ് ജേതാവുമായ പ്രിയനന്ദൻ അഭിനയ കളരിക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ മുതിർന്നവരെക്കാൾ ആവേശത്തിലായിരുന്നു കുട്ടികൾ. അവധിക്കാലം വേറിട്ടതാക്കാനായതിന്റെ സന്തോഷത്തിലായിരുന്നു ഇവർ. നെരുദ്ര ഗ്രന്ഥാലയം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രധാനമായും നാടക അഭിനയവും സിനിമാഭിനയവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാക്കാം. പലപ്പോഴും സിനിമാഭിനയത്തിന് പോയി കഴിഞ്ഞാൽ പല നടന്മാരും പരാജയപ്പെടുന്നത് ഈ നാടകം കയറി വരും ആക്ടിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പറ്റിയ ലാംഗ്വേജ് അല്ല അവരുടെ ശരീരത്തിലും ഭാവത്തിലും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ക്യാമ്പാണ് നടത്തിയത്. ഒരുപാട് സെലിബ്രിറ്റികളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. നടന്മാരായ ഉണ്ണിരാജ് ചെറുവത്തൂർ, അനൂപ് ചന്ദ്രൻ, രാജേഷ് മാധവൻ തുടങ്ങിയവരും അഭിനയവും പറച്ചിലുമായി ക്യാമ്പിന്റെ ഭാഗമായി. ന്യൂസ് 18 കാസർഗോഡ്. കാളിഭക്തനായ കർണനെ പാണ്ഡവർ വധിച്ചതറിഞ്ഞ രൗദ്രവേഷം പൂണ്ട് പാണ്ഡവരെ നശിപ്പിക്കാൻ പുറപ്പെട്ട ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് അനുഷ്ഠാനകലയായ ഐവർകളി എന്നാണ് ഐതിഹ്യം. കാളികോപം തിരിച്ചറിഞ്ഞ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ വരുത്തി ദേവിയെ സ്തുതിച്ച് പാട്ടുപാടിക്കളിച്ച് പ്രീതി നേടണം എന്ന് നിർദ്ദേശിച്ചു. ശ്രീകൃഷ്ണൻ തന്നെ നടുവിൽ വിളക്കായി നിന്നുകൊണ്ട് പാട്ടുപാടിക്കൊടുത്ത് പാണ്ഡവന്മാരെ കളിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ദേവി പ്രസാദിച്ച് പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഭദ്രകാളി സ്തുതിക്ക് പുറമെ ശ്രീകൃഷ്ണ ചരിതവും രാമായണവും ഐവർ കളിപ്പാട്ടിന് വിഷയമാകാറുണ്ട്. നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച മലയരയ മഹാസഭയുടെ സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ചാണ് ഐവർകളി അവതരിപ്പിച്ചത്. വൃത്താകൃതിയിൽ മുളകൊണ്ട് നിർമ്മിച്ച് പനയോല മേഞ്ഞ് കുരുത്തോല കൊണ്ട് തോരണം തൂക്കി അലങ്കരിച്ച പന്തലിന് കീഴിലായിരുന്നു ഐവർകളി അരങ്ങേറിയത്. ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ
ചുവടുകളും കൈമുദ്രകളും തലമുറകളായി കൈമാറി വന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ കീർത്തനങ്ങളും അഭ്യസിച്ചതിന് ശേഷമാണ് കൊച്ചുകുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കളിക്കാർ തട്ടിലേറുന്നത്. പരമ്പരാഗതമായി ഐവർകളി പരിശീലിപ്പിക്കുന്ന മുണ്ടക്കയം സ്വദേശി അയ്യപ്പദാസും ശിഷ്യന്മാരുമാണ് നാടുകാണിയിലെത്തി കലാരൂപം അവതരിപ്പിച്ചത്. വനവാസകാലത്ത് അവര് വനത്തിലൂടെ വന്നപ്പോൾ ആദിവാസികളെ കണ്ടുമുട്ടി അവരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ ഐവർകളികൾ തലമുറകളായിട്ട് ഇങ്ങനെ പകർന്നു വന്നുകൊണ്ടിരിക്കും. അത് ഞങ്ങളിപ്പോഴും കാട്ടിൽ നിന്നുള്ളത് നാട്ടിലേക്ക് വന്നപ്പോഴും ആ കലകൾക്കൊന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ അന്വേഷിച്ച് എഴുതിരിയിട്ട വിളക്കിനു മുന്നിൽ നാക്കിലയിൽ അരി, പൂവ്, നാളികേരം എന്നിവ വച്ച് പ്രാരംഭ ചടങ്ങെന്നോണം വിളക്കിനെ വന്ദിച്ച് തൊഴുകൈയോടെയാണ് പ്രത്യേക വേഷത്തിലെത്തിയ കളിക്കാർ ചുവടുവെക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു കളി അവതരണം നടന്നത്. ന്യൂസ് 18 ഇടുക്കി. യെസ്, നമ്മൾ മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ നമ്മൾ ദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത്. ദേശീയ വാർത്തകളിൽ മുഖ്യമാവുന്നത് പുതിയ പാർലമെന്റ് മന്ദിരം അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇതടക്കമുള്ള വിശദമായ ദേശീയ വാർത്തകളാണ് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം AR രാകേഷ് ചേരുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ദേശീയ തലത്തിലെ ഒരു പൊതുചിത്രം എന്താണ്? പ്രതിപക്ഷ ഐക്യം പലതുകൊണ്ടും ശക്തിപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. കർണാടക തെരഞ്ഞെടുപ്പ്, അതിൽ ഏറ്റവും ഒടുവിൽ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം എങ്ങനെയാണ്? എന്തൊക്കെയാണ് ദേശീയ തലത്തിലുള്ള വാർത്തകൾ? സജിത്, അശ്വതി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഞായറാഴ്ചയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിലാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിർപ്പുള്ളത്. അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയുടെ 79ാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേരുന്നതാണ് പാർലമെന്റ് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഭരണഘടനയുടെ 60, 111 അനുച്ഛേദങ്ങൾ പ്രകാരം രാഷ്ട്രപതി തന്നെയാണ് പാർലമെന്റിന്റെ തലവൻ എന്നുകൂടി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രപതിയെ ക്ഷണിക്കാതെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിൽ അനൗചിത്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ആലോചിക്കുന്നത്. ഇതിനോടകം തന്നെ 3 പാർട്ടികൾ ഔദ്യോഗികമായി ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ആണ് ഇക്കാര്യം ആദ്യം വ്യക്തമാക്കിയത്. ഒപ്പം ആം ആദ്മി പാർട്ടിയും CPM-ഉം ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസും ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽ നടത്തിയിരുന്നു. കോൺഗ്രസും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. ഔദ്യോഗികമായ ഒരു പ്രതികരണം ബഹിഷ്കരിക്കുമെന്ന് പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ ക്ഷണക്കത്തും കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് VIP-കൾ, ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരെയൊക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള ക്ഷണക്കത്താണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരിക്കുന്നത്. 12 മണിക്ക്, ഞായറാഴ്ച 12 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചിട്ടുള്ളത്. ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ക്ഷണക്കത്ത് വിവിധ കക്ഷികളെയൊക്കെ ക്ഷണിക്കുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. കൂടുതൽ കക്ഷികൾ ഇന്ന് ഈ വിഷയത്തിൽ ഇതിന്റെ ഭാഗമാകുമോ, പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്നാണ് അറിയാനുള്ളത്. കാരണം രാഷ്ട്രപതിയെ ക്ഷണിക്കാത്തത് മാത്രമല്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം, മറ്റൊന്ന് സവർക്കർ ദിനത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിർപ്പുണ്ട്. അപ്പോൾ ഏതൊക്കെ കക്ഷികൾ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമാകും? പ്രത്യേകിച്ച് ബീഹാറിൽ RJD സ്വാഭാവികമായും പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം നിൽക്കാൻ തന്നെയാണ് സാധ്യത. JDU, നിതീഷ് കുമാർ ഇപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. NCP ഈ വിഷയത്തിൽ എന്ത് സ്വീകരിക്കും? പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പാർട്ടിയാണ്. അപ്പോൾ സവർക്കർ വിഷയമടക്കം വരുമ്പോൾ ഉദ്ധവ് താക്കറെ അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. രണ്ടാമത്തെ ഒരു കാര്യം കർണാടകയുമായി ബന്ധപ്പെട്ടാണ്. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസ് നേടി. ഇപ്പോൾ അതിനുശേഷം ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മലയാളിയായ UT ഖാദർ സ്വാഭാവികമായും സ്പീക്കറാകും. എതിരാളികളില്ല, അതുകൊണ്ട് തന്നെ എതിരില്ലാതെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. ഈ പദവിയിലെത്തുന്ന ആദ്യ ന്യൂനപക്ഷ സമുദായത്തിനുള്ള നേതാവാണ്
UT ഖാദർ മലയാളിയാണ്. പ്രത്യേകിച്ച് UT ഖാദറിന്റെ പിതാവ് UT ഫരീദ് ഉപ്പള സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ മലയാളിയാണ് UT ഖാദർ. സ്വാഭാവികമായും 5ാം തവണയാണ് അദ്ദേഹം മംഗലാപുരത്ത് നിന്ന് നിയമസഭയിൽ എത്തുന്നത്. മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ സിദ്ധരാമയ്യ സർക്കാരിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. അതിനുശേഷം സഖ്യ സർക്കാർ, കുമാരസ്വാമി സർക്കാർ വന്ന ഘട്ടത്തിൽ UT ഖാദർ നഗരവികസന മന്ത്രിയായിരുന്നു. ഇത്തവണ ഏതായാലും വിവിധ പേരുകൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിച്ചെങ്കിൽ പോലും അവരാരും സ്പീക്കർ ആകാനില്ലെന്ന നിലപാട് കൈക്കൊള്ളുകയായിരുന്നു. തുടർന്നാണ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ UT ഖാദറുമായി സംസാരിക്കുന്നു. ഈ പദവി ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. ഏതായാലും UT ഖാദർ സ്പീക്കറായി ഇന്ന് ചുമതലയേൽക്കും. എതിരില്ലാതെ തന്നെ UT ഖാദർ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടാൻ ഒരുങ്ങുകയാണ്. സജിത്. ശരി, ER രാകേഷാണ് പ്രഭാത കേരളത്തിൽ ദേശീയ വാർത്തകൾ പങ്കുവച്ചത്. ഇനി മറ്റ് ചില ദേശീയ വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ സമരം കടുപ്പിക്കുകയാണ് ഗുസ്തി താരങ്ങൾ. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ നടപടി വൈകുന്നതിനെ തുടർന്നാണ് ഗുസ്തി താരങ്ങളുടെ സമരം. മെയ് 28-ന് ഉദ്ഘാടനം ചെയ്യുന്ന സെൻട്രൽ വിസ്തയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കാനാണ് താരങ്ങളുടെ തീരുമാനം. അതുവരെ ജന്തർ മന്ദറിലെ പ്രതിഷേധം അവർ തുടരും. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് മുംബൈയിലെത്തും. ശിവസേന ബാലാസാഹിബ് താക്കറെ പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുമായും NCP അധ്യക്ഷൻ ശരത് പവാറുമായും കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 മണിയോടെയാണ് ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തുക. നാളെയാകും ശരത് പവാറിനെ കെജ്രിവാൾ സന്ദർശിക്കുക. ഡൽഹിയിലെ കേന്ദ്ര ഓർഡിനൻസിനെതിരെ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച. ഇന്നലെ കെജ്രിവാൾ മമതാ ബാനർജിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിഡ്നിയിലെത്തിയപ്പോഴുള്ള വലിയ ആരവം, അവരുടെ ആഘോഷമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് അത് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അവിടെ കണ്ടു. ഒരുപാട് പേർ ഇന്ത്യക്കാർ അവിടെ ഒത്തുകൂടുകയും മോദിക്ക് വേണ്ടി ജയ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. പരസ്പരം പ്രശംസിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയും. നരേന്ദ്രമോദിയെ ബോസ് എന്നാണ് ആൽബനീസ് വിശേഷിപ്പിച്ചത്. ആൽബനീസിനെ ഉറ്റ സ്നേഹിതൻ എന്നാണ് പ്രധാനമന്ത്രി തിരികെ പറഞ്ഞത്. സിഡ്നിയിൽ കലാപരിപാടികൾ അടക്കം ഒരുക്കിയാണ് പ്രധാനമന്ത്രിയെ ഇന്ത്യൻ വംശജർ സ്വാഗതം ചെയ്യുന്നത്. സിഡ്നിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കിയത്. പ്രശസ്ത റോക്ക് സ്റ്റാർ ബ്രൂസ് സ്പ്രിങ്സ്റ്റീൻ ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ ലഭിച്ചതിനേക്കാൾ മികച്ച സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ ആന്റണി ആൽബനീസി നരേന്ദ്രമോദി ബോസാണെന്നും അഭിപ്രായപ്പെട്ടു. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിന് വളർച്ച സന്തോഷിപ്പിക്കുന്നു. ഈ ചെറിയ ഇന്ത്യയെ തിരിച്ചറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും പരസ്പര വിശ്വാസവും ബഹുമാനവുമാണ് ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിന് ആധാരമെന്നും ആൽബനീസി കൂട്ടിച്ചേർത്തു. I said to my friend the Prime Minister before, the last time I saw someone on the stage here was Bruce Springsteen, and he didn't get the welcome that Prime Minister Modi has got. Prime Minister Modi is the boss. ഉറ്റ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചാണ് ആൽബനീസിയുടെ വിശേഷണങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി നൽകിയത്. Thank you, my friend Anthony. ये लिटिल इंडिया ऑस्ट्रेलिया के विकास में भारतीय समुदाय के योगदान का भी एक recognition है. 9 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രഭാത കേരളം തുടരുകയാണ്. തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്നും ഇവിടെ ആളുകളുടെ എണ്ണമൊക്കെ ഇങ്ങനെ കൂടി വരുന്നു. നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, അവധി കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒരാഴ്ച കൂടിയേ സ്കൂളുകൾ തുറക്കാനുള്ളൂ. ഇപ്പൊ നമുക്കിവിടെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ നമ്മളോടൊക്കെ തന്നെ വന്നിട്ട് വെള്ളം എവിടെയുണ്ട് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്കിനി പത്രവിശേഷങ്ങളിലേക്ക് പോകാം. പത്രം 18-മായി ഇന്ന് ചേരുന്നത് രഞ്ജിത്ത് രാമചന്ദ്രനാണ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ ദിനപത്രങ്ങളുടെ ഉള്ളടക്കം, മുഖ്യ പേജുകൾ, അത് എങ്ങനെയാണ് ലേഔട്ടുകളുടെ പ്രത്യേകത, എങ്ങനെയാണ് രഞ്ജിത്ത് ഇന്നത്തെ ദിനപത്രങ്ങൾ?
ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് അശ്വതി. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു. അത് തീപിടുത്തമാണ്. അതിലൊരു ഫയർമാൻ മരിച്ച സംഭവം. അത് വളരെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് മുഖ്യധാരാ പത്രങ്ങൾ, പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തങ്ങളുടെ മുൻപേജുകളിൽ കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി വാർത്തകൾ പത്രങ്ങളുടെ മുൻപേജുകളിലും ഉൾപേജുകളിലും എഡിറ്റോറിയലുമായി മറ്റുമുണ്ട്. നമുക്ക് പത്രമേറ്റിയിലേക്ക് കടക്കാം. പത്രമേറ്റിന് ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം നമുക്ക് ഇന്ന് കേരള കൗമുദിയിലേക്ക് പോകുമ്പോൾ മോദി താങ്കളാണ് ബോസ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും സിഡ്നി അരീന ഇൻഡോർ സ്റ്റേഡിയത്തിൽ സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന പടമടക്കം ആൽബനീസിന്റെ പ്രസ്താവനയാണ് മോദിയെ ബോസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമായി മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 2ാം തവണ നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിക്കുന്നു. ചരിത്ര സംഭവമായി മാറുന്നു. വലിയ വരവേൽപ്പ് മോദിക്ക് ലഭിക്കുന്നു. ആന്റണി ആൽബനീസിന്റെ വാക്കുകൾ കേട്ട് 20,000-ലേറെ ഇന്ത്യക്കാർ ഹർഷാരവം മുഴക്കി എന്ന വാർത്തയടക്കം ചേർത്തുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹാരിസ് പാർക്ക് ഇനി ലിറ്റിൽ ഇന്ത്യ എന്ന രീതിയിൽ ഉള്ള പുനർനാമകരണം നടത്തി എന്നുള്ളതുകൊണ്ട് മോദിയെ പുരോഹിതർ വേദമന്ത്രങ്ങൾ ചൊല്ലി പരമ്പരാഗത രീതിയിലാണ് അങ്ങോട്ടേക്ക് സ്വീകരിച്ചത് എന്നും ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരള കൗമുദിയുടെ മറ്റൊരു വാർത്ത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ 2 ഗോഡൌണുകൾ തുടർച്ചയായ ദിവസങ്ങളിൽ തീപിടിച്ചതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് ന്യൂസ് 18 നമ്മൾ ഇന്നലെ വലിയ കാര്യമായി തന്നെ ആ വാർത്ത കൊടുത്തിരുന്നു. കേരള കൗമുദി ആ വാർത്ത ആവർത്തിച്ചിട്ടുണ്ട്. ഒരാഴ്ച കത്തിയത് 2 മരുന്ന് ഗോഡൌണുകളാണ്. അതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അട്ടിമറി വരെ ഈ വിഷയത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. 1127 കോടി രൂപയുടെ അടക്കം പർച്ചേസ് കോവിഡ് ചികിത്സയുടെ മറവിൽ നടത്തി. അമിത വിലയ്ക്ക് പ്രതിരോധ ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങിക്കൂട്ടിയത് വിവാദമായിരുന്നു. ആ പശ്ചാത്തലമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിവായിക്കണം എന്നാണ് ഈ വാർത്തയുടെ കാതൽ. ഇതിൽ ദുരൂഹതയ്ക്ക് കാരണമായുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. കുറ്റം ബ്ലീച്ചിംഗ് പൗഡറിനാണ് എന്നും അത്തരത്തിൽ ഇന്നലെ നടത്തിയ യൂണിറ്റ് മാനേജറുടെ പ്രസ്താവനയടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള കൗമുദിയിൽ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത അത് 10ൽ അടിതെറ്റുന്ന പത്തനംതിട്ട എന്നുള്ളതാണ്. കാരണം പത്തനംതിട്ട ജില്ല നേരത്തെ 10ാം ക്ലാസ് ഫലത്തിൽ ഏറെ മുന്നേറിയിരുന്ന ഒരു ജില്ലയായിരുന്നു സംസ്ഥാനത്ത് തന്നെ. പക്ഷേ പത്തനംതിട്ടയ്ക്ക് 3ാം തവണ ഇത്തവണ അടിതെറ്റുന്നു എന്നുള്ളതാണ്. 2020 വരെ സംസ്ഥാന തലത്തിൽ മുന്നിലായിരുന്ന ജില്ല ഇത്തവണ 9ാം സ്ഥാനത്തേക്ക് വീണു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ബിനിയ ബാബുവാണ്. 2019ലും ജില്ലയ്ക്ക് 1ാം സ്ഥാനമുണ്ടായിരുന്നു. 2020ൽ 3ാം സ്ഥാനത്ത് ജില്ലയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 9ാം സ്ഥാനത്തേക്ക് ജില്ല താഴ്ന്നതിൻ്റെ കാരണങ്ങൾ ഈ വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് വളരെ രസകരമായ ഒരു വാർത്ത, കൗതുകകരമായ ഒരു വാർത്തയായി തോന്നി. മറ്റൊന്ന് മാതൃഭൂമിയുടെ വാർത്ത അത് സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വനിതകളുടെ ഒരു വിജയകാഹളം. നമുക്കറിയാം ആദ്യം 3 റാങ്കുകളിൽ എത്തിയത് വനിതകളാണ്. അതിൽ ഇഷ്ട കിഷോറും ഒപ്പം ഗഹനയും അടക്കമുള്ള നവ്യ ജെയിംസും അടക്കമുള്ള ആളുകൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഷെറിൻ ഷഹാന എന്ന 913ാം നമ്പർ റാങ്കുകാരി, അതായത് ഏറ്റവും സന്തോഷമുള്ള നിമിഷത്തിൽ കഠിനമായ വേദന കഴിച്ചമർത്തി കഴിയുന്ന ഷെറിൻ്റെ വിവരം. അതായത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ 5 വർഷം മുൻപ് ഉണ്ടായ അപകടത്തെ തുടർന്ന് നട്ടലിന് ഗുരുതരമായി പൊട്ടലേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാതൃഭൂമി വളരെ മനോഹരമായ ചിത്രം. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനൊപ്പം നരേന്ദ്രമോദി നിൽക്കുന്ന ചിത്രമാണ്. 21,000-ഓളം പേരെ സിഡ്നിയിലെ കുഡോസ് ബാങ്ക് അറീനയിലെത്തി 21,000-ഓളം പേരെ അഭിസംബോധന ചെയ്താണ് ഇത്തരത്തിൽ ഒരു ചിത്രം മാതൃഭൂമി നേരത്തെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അന്ന് നേരത്തെ ആൽബനീസ് പറഞ്ഞതുപോലെ മോദി എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ ടിക്കറ്റ് കിട്ടാനായി ആളുകളുടെ വലിയ തിരക്കാണ്. ഇവിടെയും 4-5 ഷോ സിനിമയോട് ഉപയോഗിച്ചാണ് ഷോ ഫുള്ളാകുന്ന തരത്തിലുള്ള ആളുകളുടെ എണ്ണം ഉണ്ടായിരുന്നു. പലരും മോദിയെ കാണാതെ തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നു എന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. മറ്റൊന്ന് രാഹുലിൻ്റെ മൻ കി ബാത്ത് മോഡൽ, അതായത് ഡ്രൈവർമാരുടെ മൻ കി ബാത്ത് കേൾക്കാൻ രാഹുലിൻ്റെ ലോറി യാത്ര. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് ലോറിയിൽ യാത്ര ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രമടക്കം അർദ്ധരാത്രിയിലാണ് ഇതുണ്ടായത്. നാഷണൽ പെർമിറ്റ് ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് രാഹുൽ ഇത്തരത്തിൽ സർപ്രൈസായി ഒരു യാത്ര നടത്തിയത്. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം ചേരാൻ ഷിംലയിലേക്ക് പോകുമ്പോൾ തിങ്കളാഴ്ച രാത്രിയിലാണ് ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ് വരെ രാഹുൽ ലോറിയിൽ യാത്ര ചെയ്തത് എന്നുള്ളതാണ്. അംബാലയിലെ ദാബയിൽ മറ്റു ലോറിക്കാർക്കൊപ്പം രാഹുൽ സംബന്ധിച്ചു
മരിച്ചു എന്നും ഇത് AICC പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി സുപ്രിയ ശ്രീനേത് അടക്കമുള്ളവരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ചിത്രം പുറത്തുവിട്ടത്. മാതൃഭൂമിയുടെ മറ്റൊരു പ്രധാന വാർത്ത ഈ പ്രതിപക്ഷ ഐക്യവുമായി ബന്ധപ്പെട്ടാണ്. കാരണം പ്രതിപക്ഷ ഐക്യത്തിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. BJPക്കെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നാണ് പൊതുവെയുള്ള ഒരു ആഹ്വാനം. പക്ഷേ അവിടെ ഇടം തിരിഞ്ഞ് ഡൽഹിയും ബംഗാളും എന്നുള്ളതാണ്. കാരണം ബംഗാളിലെയും ഡൽഹിയിലെയും കോൺഗ്രസ് ഘടകങ്ങൾ, കോൺഗ്രസ് ബംഗാളിൽ മമതയെ എതിർക്കുമ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ എതിർക്കുകയാണ്. ഈ മമതയെ പിരിച്ചുവിടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം സമാനമായ ആവശ്യം ഡൽഹിയിലും അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ പ്രതിപക്ഷ ഐക്യത്തിന് വലിയൊരു കല്ലുകടിയായി മാറുന്നുവെന്ന് ഈ വാർത്തയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാള മനോരമയുടെ പ്രധാന വാർത്ത മേനംകുളത്ത് സർക്കാർ ഗോഡൌണിൽ ഉണ്ടായ വൻ തീപിടുത്തം, അതിനെ തുടർന്നുണ്ടായ ഫയർമാൻ്റെ മരണം, അത് മുൻപേജിൽ വാർത്തയായി കൊണ്ടുവരുന്നുണ്ട്. രഞ്ജിത്തിൻ്റെ അമ്മ സിന്ധു തീയണയ്ക്കുന്നതിനിടെ മരിച്ച രഞ്ജിത്തിൻ്റെ അമ്മ സിന്ധു പൊട്ടിക്കരയുന്ന ചിത്രം ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ബോംബുകൾ എന്നാണ് കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ഈ സ്ഫോടനങ്ങളെ മനോരമ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മലയാള മനോരമയുടെ മറ്റൊരു ഉൾപേജിലെ പ്രധാനപ്പെട്ട വാർത്ത കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെതിരെ ഇടത് സംഘടനകൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഈ വിദ്യാർത്ഥിയെയും പ്രിൻസിപ്പാളിനെയും സസ്പെൻഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള നീക്കത്തിലേക്ക് എത്തുകയും ചെയ്യേണ്ടി വന്നത് ഈ വൈസ് പ്രിൻസിപ്പളിൻ്റെ ശക്തമായ നിലപാടാണ് എന്നുള്ളതാണ്. അതിനെതിരെ ഇടത് സംഘടനകളുടെ പടയൊരുക്കമുണ്ട്. ഇന്നലെ സർവകലാശാല അടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം വന്നു എന്നുള്ളതാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് പ്രമേയം പാസ്സാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ചിത്രം, ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച പുതിയ പാർലമെന്റ് മന്ദിര ചിത്രം ഉൾപേജിൽ മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. 12-ാം തീയതിയാണ് രാജ്യത്തിൻ്റെ പാർലമെന്റ് മന്ദിരം 28-ാം തീയതിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കുക. ലോക്സഭാ സ്പീക്കറുടെ സാന്നിധ്യത്തിൽ നരേന്ദ്രമോദിയാണ് ഔദ്യോഗിക ക്ഷണക്കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ പ്രതിനിധികൾക്കുൾപ്പെടെ അയച്ചു തുടങ്ങി എന്നാണ് ഈ വാർത്തയുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മനോരമയുടെ കായിക പേജിൽ രോഹിത് ശർമ്മയെ കുട്ടി ആരാധകന് കൈകൊടുക്കുന്ന മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ചിത്രം. ഇന്ന് എലിമിനേറ്ററാണ്, നമുക്കറിയാം. പ്ലേ ഓൺ, അതായത് ജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക്, തോൽക്കുന്ന ടീം പുറത്ത്. അതായത് ഇന്ന് കലാശ പോരാട്ടമാണ്. അതിനെത്തുന്ന രോഹിത് ശർമ്മ വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ കുട്ടി ആരാധകനോട് അഭിവാദ്യം അർപ്പിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത, ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റു. ഇതിനിടെ അവിടെ വന്ന ഒരു പ്രസ്താവന, അതായത് MP പാട്ടീലാണ്, അദ്ദേഹം സിദ്ധരാമയ്യയുടെ അടുപ്പക്കാരനാണ്, അവിടുത്തെ മിനിസ്റ്റർ ആണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അതായത് ഈ മുഖ്യമന്ത്രി ടേം അടിസ്ഥാനത്തിലല്ല, അങ്ങനെ ഒരു തീരുമാനമില്ല, 5 വർഷവും സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി ഇരിക്കും എന്ന് പറഞ്ഞൊരു പ്രസ്താവന. തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു. ഇതിനെതിരെ DK ശിവകുമാറിൻ്റെ സഹോദരൻ DK സുരേഷും പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഇത്തരം കാര്യങ്ങൾ കൃത്യമായൊരു തീരുമാനമുണ്ട് എന്ന് പറഞ്ഞു വെച്ചത് ഒരു മധവിധു നാളിലെ ഒരു ചെറിയ കല്ലുകടിയായി ടൈംസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശാഭിമാനിയിൽ ഇന്നത്തെ പ്രധാന വാർത്ത, അത് പല പത്രങ്ങളും കാര്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നൊരു വാർത്തയാണത്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. 7527 പേർ മിസോറാമിൽ അഭയം തേടി. കുക്കി വിഭാഗക്കാരാണ് അവർ. തുടർക്കഥയാവുകയാണ് മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ. വീണ്ടും കലാപം ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5 വരെയാണ് ഇത്തരത്തിൽ 7522ഓളം പേർ ഈ മിസോറാമിലേക്ക് കടന്നത്. ഇവർക്ക് താൽക്കാലിക ക്യാമ്പുകളിൽ അഭയം നൽകി എന്ന അതീവ ഗൗരവതരമായ ഒരു വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പത്രം 18-ൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ. പത്രം 18 അവസാനിക്കുകയാണ്. ബാക്ക് ടു അശ്വതി ആൻഡ് സജിത്ത്. താങ്ക് യു രഞ്ജിത്ത്. എന്തായാലും വിശദമായി തന്നെ പത്രങ്ങളിലൂടെ നമ്മൾ പോയി. ഇനി ഒരു ഞെട്ടിക്കുന്ന വാർത്ത, ദുരന്ത വാർത്തയാണ്. കണ്ണൂർ ചെറുപുഴ പാടിച്ചാലിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച നിലയിൽ. ഷാജി, ശ്രീജ, ഇവരുടെ 3 മക്കൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ദമ്പതികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുള്ളൂ. എങ്കിലും രാവിലെ തന്നെ കേട്ട ഒരു വളരെ ദുഃഖകരമായ വാർത്തയാണത്.
യെസ്, നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുമുള്ള ഒരു പ്രശ്നമാണ്. 77,000-ലധികം കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്തവണ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. SSLC പരീക്ഷയ്ക്ക് ശേഷം ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ജില്ലയിൽ നിലവിലെ കണക്ക് പ്രകാരം 47,000 +1 സീറ്റുകളാണുള്ളത്. മലബാറിലെ മറ്റു ജില്ലകളിലും പ്രവേശനം നേടാവുന്ന സീറ്റുകളുടെ എണ്ണത്തിലും ഇത്തവണ കുറവുണ്ട്. വലിയൊരു പ്രതിസന്ധി ഈ SSLCയിൽ വലിയ വിജയം നേടിയതിനു ശേഷം +2 സീറ്റുകളുടെ കാര്യത്തിലുണ്ട്. മലബാറിൽ നേരത്തെ തന്നെ സീറ്റുകൾ കുറവാണെന്ന പരാതിയുള്ളതാണ്. അത് ഇത്തവണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുമെന്നതാണ് സാഹചര്യം. ആ റിപ്പോർട്ടുകൾ. ഹയർ സെക്കൻഡറി VHSC ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ +1 മെറിറ്റ് സീറ്റുകളുടെ എണ്ണം 44,740 മാത്രമാണ്. 77,827 പേരാണ് ഇത്തവണ 10ാം ക്ലാസ് വിജയിച്ച് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. പോളിടെക്നിക്, ITI അടക്കം ഉപരിപഠന സാധ്യതകൾ എല്ലാം ഉപയോഗിച്ചാലും 47,224 സീറ്റുകളാണ് ഉണ്ടാവുക. പ്രത്യക്ഷത്തിൽ തന്നെ 30,000-ലധികം കുട്ടികൾ പ്രതിസന്ധിയിലാകും. പണം മുടക്കി പഠിക്കേണ്ട അൺഎയ്ഡഡ് സീറ്റുകളുടെ എണ്ണം കൂടെ കൂട്ടിയാലും ആകെ +1 സീറ്റ് 56,015 മാത്രമേ ആകൂ. അപ്പോഴും 21,812 കുട്ടികൾക്ക് സീറ്റുണ്ടാകില്ല. താൽക്കാലിക പരിഹാരമല്ല, ശാശ്വത പരിഹാരമാണ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. മലബാറിലെ മറ്റ് ജില്ലകളിലും സമാന പ്രതിസന്ധിയുണ്ടെന്നും MSF പറയുന്നു. പ്രതിസന്ധി പഠിച്ച് പരിഹാരം കാണാൻ സർക്കാർ നിശ്ചയിച്ച കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും MSF ആവശ്യപ്പെടുന്നു. ഞങ്ങൾ എക്കാലവും ആവശ്യപ്പെട്ടത് പുതിയ സ്ഥാപനങ്ങൾ, പുതിയ സ്കൂളുകൾ സമ്മാനിക്കണം, പുതിയ ബാച്ചുകൾ ആരംഭിക്കണം, സ്ഥിരമായ ബാച്ചുകൾ ആരംഭിക്കണം എന്നതാണ്. സർക്കാർ ചില പൊടിക്കൈകളാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അധിക ബാച്ചുകൾ ഞങ്ങൾ ഇത്തവണ നിലനിർത്തുന്നു എന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ അധിക ബാച്ച് വേണ്ട. അങ്ങനെ സർക്കാർ വെച്ച് നിർന്ന് ഏറ്റുവാങ്ങേണ്ടവരല്ല മലപ്പുറത്തുകാരും മലബാറുകാരൊക്കെ. ഞങ്ങളെല്ലാവരെയും പോലെ നികുതി കൊടുക്കുന്നവരും കേരളത്തിലെ പൊതുജനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുമാണ്. അവകാശപ്പെട്ട സീറ്റുകൾ നൽകാൻ സർക്കാർ തയ്യാറാക്കണം. ഇനി ഞങ്ങൾ ഈ സമ്മേളനങ്ങൾക്കൊക്കെ ശേഷം ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം. ആവശ്യത്തിനനുസൃതമായ സീറ്റുകൾ മലപ്പുറത്തെന്നല്ല, മലബാറിലെന്നല്ല, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സേ പരീക്ഷാ ഫലങ്ങളെത്തുമ്പോൾ വിജയിച്ചവരുടെ എണ്ണം ഇനിയും കൂടും. CBSE, ICSE സിലബസുകളിൽ നിന്നായി കേരള സിലബസിലേക്ക് മാറുന്നവർ കൂടിയാകുമ്പോൾ പ്രതിസന്ധി അതിരൂക്ഷമാകും. കൂടുതൽ ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം മുൻ വർഷങ്ങളെക്കാൾ ശക്തമായിട്ടാണ് ഇക്കുറി ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. എന്തായാലും നമ്മളൊരു MSFുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക് തന്നെയാണ് ഇനിയും പോകുന്നത്. MSF ബാലകേരളം എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി വന്നിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് കൂടുതൽ അവരിലേക്ക് അടുക്കാനാണ് ശ്രമം MSFന്റെ. ബാലകേരളത്തിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടന്നു. ബാലഗോകുലം ബാലസംഘം ശൈലിയിൽ ഇനി ബാലകേരളം. MSF രൂപം കൊടുത്ത ബാലകേരളത്തിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനമായ വർണ്ണോത്സവം അക്ഷരാർത്ഥത്തിൽ വ്യത്യസ്തവും MSFിൽ നിന്നും ഇതുവരെ കാണാത്തതുമായിരുന്നു. പാട്ടും നാടകവും മാജിക് ഷോയും പ്രസംഗങ്ങളും എല്ലാമായി വർണ്ണോത്സവം കുട്ടികൾക്ക് ആഘോഷമായി. ചടങ്ങിൽ ബാലകേരളത്തിന്റെ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. ഉദ്ഘാടകനായെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കവിതാലാപനം കുട്ടികൾ ആഘോഷമാക്കി. തൊടിയിലെ കിണർവെള്ളം കോരി കുടിച്ചെന്ന് മധുരമെന്നോതുവാൻ മോഹം. എന്തുകൊണ്ട് ബാലകേരളം? SFIയുടെ വഴി മാതൃകയാക്കുകയാണോ എന്നീ ചോദ്യങ്ങൾക്ക് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ മറുപടി ഇങ്ങനെ: അവരവർക്ക് അവരവരുടെ വഴിയാണ്. ഞങ്ങൾക്കിത് കാലം ആവശ്യപ്പെടുന്നു എന്ന് ഞങ്ങളുടെ തോന്നൽ, ഞങ്ങളുടെ ചർച്ചകൾ, കാലം ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിയെ എന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് MSF. അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലത്ത് ഇത് അനിവാര്യമാണ് എന്ന ഞങ്ങളുടെ തോന്നലാണ്. മറ്റാരെയും മാതൃകയാക്കുകയല്ല, കാലത്തിന് അനിവാര്യതയ്ക്ക് ഒരു ഉത്തരം നൽകുകയാണ് യഥാർത്ഥത്തിൽ MSF ചെയ്തിട്ടുള്ളത്. മാറുന്ന കാലത്തിനനുസരിച്ച് പ്രവർത്തനത്തിലും മാറ്റം വരുത്തുകയാണ് MSF എന്നും നവാസ് വിശദീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതത് കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ കാല നേതാക്കന്മാർ ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയ കാലം എന്ന് പറയുന്നത് ന്യൂ ജനറേഷന്റെ കാലമാണ്. നമ്മൾ പറയുന്നത് സൂപ്പർസോണിക് വേഗതയെക്കുറിച്ചൊക്കെ പറയാറ്. അതിനപ്പുറത്തേക്കൊക്കെ ലോകം സഞ്ചരിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ച് സംഘടനകൾക്ക് മാറ്റം ഉണ്ടാവണം. MSF അതിനനുസരിച്ച് മാറുന്നു. കാലത്തിനോടൊപ്പം സഞ്ചരിക്കാൻ, കാലത്തിന് മുമ്പേ സഞ്ചരിക്കാൻ ഞങ്ങൾ പാകപ്പെടുന്നു എന്നതാണ് ഇത്തരം പദ്ധതിയോട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, അബ്ദുൾ സമദ് സമദാനി, KPA മജീദ് തുടങ്ങി ലീഗിന്റെ എല്ലാ പ്രമുഖ നേതാക്കളും വർണ്ണോത്സവത്തിന്റെ ഭാഗമായി.
മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചേരാനാണ് MSF ബാലകേരളത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 മലപ്പുറം. എന്തായാലും MSF ഒരു പുതിയ തുടക്കത്തിലാണ്, അതിനെല്ലാ ഭാവുകങ്ങളും. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ പി പത്മരാജന്റെ അമൃതേത്ത എന്ന ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച പ്രാവ് എന്ന ചലച്ചിത്രത്തിന്റെ പ്രൊമോഷൻ ലോഞ്ച് നടന്നു. നവാസ് അലി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ അമിത് ചക്കാലക്കൽ, സാബുമോൻ, KU മനോജ്, യാമി സോന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ അവസരത്തിലൂടെ വന്നിരിക്കുന്ന മഹനീഷനും എഴുത്തുകാരിയും കവയിത്രിയുമായിട്ടുള്ള രാധാലക്ഷ്മി. പത്മരാജന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും സംഗീത വിരുന്നും നടന്നു. തിരുവനന്തപുരം ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മരാജൻ ട്രസ്റ്റ് പ്രതിനിധികളും സിനിമയുടെ അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. താങ്ക് യു ടീം പ്രാവ്, ബിക്കോസ് ഇന്ന് നമ്മുടെ പത്മരാജൻ സാറിന് ത്രൂ ഔട്ട് ദി ജേർണി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കാമോ? ആ ഒരു സന്തോഷം. എന്തായാലും ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. നിരവധി വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചു എന്നുള്ള വാർത്ത അടക്കമുള്ള വാർത്തകൾ ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാർത്തകൾ അവസാനിക്കുന്നില്ല. പക്ഷെ പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ശംഖുമുഖത്ത് നിന്നും ന്യൂസ് ഡെസ്കിലേക്ക് മടങ്ങുകയാണ്. നമസ്കാരം. ജൂൺ 7 മുതൽ സ്വകാര്യ ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നവർ ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി ചർച്ച നടത്തുന്നുണ്ട്. സമരപ്രഖ്യാപനം നൽകി നോട്ടീസ് നൽകാനാണ് അവരുടെ നീക്കം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായപരിധി നിശ്ചയിക്കണം, കൺസെഷന്റെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ഒപ്പം തന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തുടരാൻ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, കാരണം സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അതിനിടയിലാണ് ഒരു സമരപ്രഖ്യാപനം സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയിരിക്കുന്നത്. ഇവരുടെ ആവശ്യത്തോട് സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. ഇന്ന് എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച നടക്കുക? സർക്കാരിന്റെ നീക്കം ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അരുൺ. സൈത്ത്, കൺസെഷൻ എന്നും സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത്ര പെട്ടെന്ന് കൺസെഷൻ, അതായത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കാൻ ഒരു സർക്കാരും, അത് ഇടത് സർക്കാരാകട്ടെ UDF സർക്കാരാകട്ടെ, ആർക്കും കഴിയാത്തൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ബസ് ഉടമകളുടെ ദീർഘനാളായ ആവശ്യമാണ് ഈ കൺസെഷൻ എന്ന സംവിധാനം തന്നെ ഇല്ലാതാക്കണം. അത് വലിയ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടാകും. നമുക്ക് പലയിടങ്ങളിൽ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ വലിയ സംഘർഷങ്ങളിലേക്ക് വിദ്യാർത്ഥികളും ഈ ബസ് ഉടമകളുമായി, ബസ് ജീവനക്കാരുമായൊക്കെയുള്ള വലിയ സംഘർഷങ്ങളിലേക്ക് പലപ്പോഴും ഈ കൺസെഷൻ വിഷയം മാറിയിട്ടുണ്ട്. സർക്കാരിനും ഒറ്റയടിക്ക് ഈ ബസ് ഉടമകളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി അതിലുണ്ട്. കാരണം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റവും അധികം സമരം ചെയ്ത് ഒരുപക്ഷേ ഈ കൺസെഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കാം. KSUവിൻ്റെ പഴയകാല സമരങ്ങൾ മുതൽ ഇങ്ങോട്ട് SFIയും മറ്റ് വിദ്യാസംഘടനകളും ഒക്കെ കൺസെഷൻ വിഷയത്തിൽ വലിയ വൈകാരികമായി കാണുന്ന ഒരു വിഷയമാണ് കൺസെഷൻ വിദ്യാർത്ഥി സംഘം. അതുകൊണ്ട് തന്നെ കൺസെഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു നിലപാടിലേക്ക് ഒരു സർക്കാരിനും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോകാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ബസ് ഉടമകളുടെ ഈ ആവശ്യം അവർ വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു. അതെങ്ങനെ മറികടക്കാമെന്ന കാര്യത്തിൽ സർക്കാർ പല തലങ്ങളിൽ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ഇന്ന് 8 മണിക്ക് മന്ത്രി ആന്റണി രാജുവിനെ ബസ് ഉടമകളുടെ സംഘടനാ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ മൻമോഹൻ ബംഗ്ലാവിൽ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കല്ല, പകരം അവർ സമര നോട്ടീസ്, അവർ സമരം പ്രഖ്യാപിച്ചു, അതുകൊണ്ട് തന്നെ നോട്ടീസ് കൈമാറാനാണ് കാണുന്നത്. അതിനെ തുടർന്ന് ചർച്ചയുടെ സാധ്യതകളും തള്ളിക്കളയാനാകില്ല. കാരണം സജിത്ത് സൂചിപ്പിച്ച പോലെ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരമൊരു സമരപ്രഖ്യാപനം വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി ബസ് ഉടമകൾ നടത്തിയതാണ്. സർക്കാർ അതിനെ, ഈ സമരത്തെ ഈ ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്താനുള്ള സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും KSRTC ബസ്സിന് നാമമാത്രമായ സർവീസുകളുള്ള സ്ഥലമാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ വലിയ വിഭാഗം വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് സ്കൂളിലേക്ക് എത്തുന്നത്, കോളേജുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സമരം നടത്താതിരിക്കാനുള്ളൊരു
സമവായ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ഏത് തരത്തിൽ ബസ് ഉടമകളെ സമവായത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനാകുമെന്ന വലിയ ചോദ്യം സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായും ഉണ്ട്. ഏതായാലും 8 മണിക്ക് ബസ് ഉടമകൾ മന്ത്രി ആന്റണി രാജുവിനെ, ഗതാഗത മന്ത്രിയെ കണ്ട് സമര നോട്ടീസ് കൈമാറും. അരുണ, ഒരു കാര്യം കൂടി ഉള്ളത്, അരുൺ തന്നെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ കഴിഞ്ഞ ദിവസം മദ്യനയം സംബന്ധിച്ച്. ഇന്നത്തെ ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് മദ്യനയം വിഷയം കടന്നു വരാൻ സാധ്യതയുണ്ടോ, അതോ മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കാനാണോ സാധ്യത? മദ്യനയം ഏറെക്കുറെ തയ്യാറാണ്. നയപരമായ തീരുമാനം നേരത്തെ തന്നെ മുന്നണി യോഗത്തിൻ്റെ അജണ്ടയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ മുന്നണി യോഗത്തിൽ ചർച്ചയോ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ മുന്നണി യോഗത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമൊക്കെയാണ് മദ്യനയത്തിന് അംഗീകാരം കൊടുക്കുക. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരമനുസരിച്ച് മദ്യനയത്തിന് മുന്നണിയുടെ തത്വത്തിലുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. എക്സൈസ് വകുപ്പിൻ്റെ ശുപാർശകൾ എക്സൈസ് വകുപ്പ് മന്ത്രി നിയമ വകുപ്പൊക്കെ പരിശോധിച്ച് അതിന് അന്തിമ അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ അത് ഉണ്ടാകുമെന്ന സൂചന അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തിയില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം എക്സൈസ് നയത്തിന്, മദ്യനയത്തിന് അനുമതി നൽകാൻ ഇടയില്ല. ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇത് മാറ്റാനുള്ള സാധ്യതയാണുള്ളത്. സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ മാറ്റിവെക്കുന്നതാകാം. ഏതായാലും സാധാരണഗതിയിൽ ഏപ്രിൽ ആദ്യം മദ്യനയം വരേണ്ടതാണ്. നമസ്കാരം, എല്ലാവർക്കും പാഠം 4ൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ അദ്വൈതസ്, ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ ഇടയ്ക്കാണ് 10ാം ക്ലാസ് SSLC പരീക്ഷയുടെ ഫലം പുറത്തിറങ്ങിയത്. 68,000-ൽ പരം കുട്ടികൾക്ക് ഫുൾ A+ഉം ഉന്നത പരീക്ഷ വിജയശതമാനവും നേടിയ സമയത്ത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് തോന്നുന്ന ചില ചോദ്യങ്ങളാണ്, നമ്മൾ കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത്, നമ്മൾ എന്താവണം? ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നമ്മളല്ലേ? തീരുമാനമെടുക്കേണ്ടത് നമ്മളല്ലേ? അതോ നമ്മുടെ രക്ഷിതാക്കളോ ബന്ധുക്കളോ മറ്റുമാണോ? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാഠം 4ൻ്റെ പുതിയ അധ്യായം നമ്മളിവിടെ തുടങ്ങുകയാണ്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന അതിഥികൾ ശാന്തിനികേതൻ സ്കൂളിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗോപിക ശ്രീകുമാർ വിദ്യാർത്ഥികളുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ശ്രീ OK രവിശങ്കർ സർ രക്ഷകർത്താവും MGM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജേർണലിസം അധ്യാപകനുമാണ്. കൂടാതെ കരിയർ കൺസൾട്ടന്റ് വിദഗ്ധൻ ജലീഷ് പീറ്റർ സാറിനെയും നമ്മുടെ ചർച്ചയിൽ നിന്ന് ചേരുന്നുണ്ട്. എനിക്ക് ആദ്യമായി ഗോപികയോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഗോപികയ്ക്ക് വളർന്നു വരുമ്പോൾ എന്താവണമെന്നാണ് ആഗ്രഹം? ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പം +2 കഴിഞ്ഞിട്ട് IPM കോഴ്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. MBA എടുക്കാനാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ഗോപികയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എനിക്ക് സയൻസ് സ്ട്രീം എടുക്കാൻ ഇഷ്ടക്കേടല്ല, എനിക്ക് സയൻസ് സ്ട്രീം എടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അതെടുത്തിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം കോമ്പറ്റീഷൻ വളരുകയാണ്. ഡോക്ടേഴ്സ് ആവാനും എൻജിനീയേഴ്സ് ആവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് വേണ്ടി തന്നെ ഫുൾ ഡെഡിക്കേഷൻ കൊടുക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം എനിക്കതൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഞാൻ അതെടുത്തിട്ട് എനിക്കതിൽ സക്സീഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ തന്നെ ഗോപികയുടെ തന്നെ ഡിസിഷൻ ആണോ അതോ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത് എൻ്റെ തന്നെ ഡിസിഷൻ ആയിരുന്നു. പക്ഷേ എന്നെ അഫ്കോഴ്സ് എൻ്റെ പാരൻസും ഇതിൽ സജഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, എനിക്ക് അറിയാവുന്ന കൊമേഴ്സിലെ ഒരു ടീച്ചറും എന്നോട് ഇതിൻ്റെ സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും കരിയർ ഓപ്ഷൻസ് ഇൻട്രസ്റ്റഡ് ആണോ? എനിക്ക് LLBയും കൂടെ ചെയ്യണമെന്നുണ്ട്. എനിക്കിനി ചോദിക്കാനുള്ളത് കരിയർ വിദഗ്ധൻ സ്പെഷ്യലിസ്റ്റായ ജലീഷ് പീറ്റർ സാറിനോടാണ്. ഒരു കരിയർ കൺസൾട്ടൻറ്റിനെ ഒരു കുടുംബം, ഒരു കുട്ടി ആക്സസ് ചെയ്യുമ്പോൾ ആ കുട്ടിയെ ഒരു കരിയർ കൺസൾട്ടൻസിയുടെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അത് മാത്രമല്ല, ഒരു റോങ് സ്ട്രീം ഒരു കുട്ടി ചൂസ് ചെയ്തു പോയാൽ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്നാലും എടുക്കാൻ പറ്റുമോ? നമ്മള് കരിയർ കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഇപ്പൊ അത് ഒരു ബിസിനസ് ലൈനിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് കൺസൾട്ടൻസി എന്ന ഒരു വാക്ക് തെറ്റാണ്. ശരിക്കും കരിയർ കൗൺസിലിംഗ് ആണ് കുട്ടികൾക്ക് വേണ്ടത്. ശരിക്കും കുട്ടിയുടെ കഴിവനുസരിച്ച്, അഭിരുചി അനുസരിച്ച്, അതുപോലെ തന്നെ കുട്ടികളുടെ മനോഭാവം അനുസരിച്ച്
ഈ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്ത് വേണം ഒരു കുട്ടിയുടെ കരിയർ നിശ്ചയിക്കുവാൻ വേണ്ടി. അപ്പൊ അതിനകത്ത് താല്പര്യങ്ങളുണ്ട്, അഭിരുചിയുണ്ട്, കഴിവുകളുണ്ട്, മനോഭാവമുണ്ട്. ഈ 4 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ശരിക്കും ഒരു കുട്ടിയുടെ കരിയർ അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഈ തീരുമാനം എടുക്കുന്നതിൽ ശരിക്കും മാതാപിതാക്കളും കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാവരും കൂടി ചേർന്നുള്ളതാണ്. പക്ഷെ എടുക്കേണ്ട തീരുമാനം കുട്ടിയുടെ കഴിവുകളെയും അഭിരുചികളെയും മനോഭാവത്തെയും അതുപോലെ തന്നെ താല്പര്യങ്ങളെയും മുൻനിർത്തിയുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് യോജിച്ച കരിയർ ഏതാണ്. അപ്പൊ ഒരു കുട്ടിക്ക് യോജിച്ച കരിയർ ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടി ആ കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഇത്രയും കാലം 15-16 വയസ്സ് അല്ലെങ്കിൽ 17-18 വയസ്സ് വരെ നോക്കി കൂടുതൽ സമയം ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നത് മാതാപിതാക്കളാണ്, അമ്മയും അച്ഛനുമാണ്. അപ്പൊ അമ്മയ്ക്കും അച്ഛനും അറിയാം ഇവൻ അല്ലെങ്കിൽ ഇവൾ ചെറുപ്പത്തിൽ എന്തൊക്കെ കഴിവുകൾ കാണിച്ചു. ചില സമയത്ത് ചില കഴിവുകള് പിന്നീട് അതിന് പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ട് നിന്നുപോകും. അപ്പൊ കുട്ടികളിൽ ഇപ്പം തൊട്ടു മുമ്പ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കുട്ടി പറഞ്ഞു, കുട്ടി സയൻസ് ഗ്രൂപ്പ് കൊമേഴ്സ് ഗ്രൂപ്പാണ് സ്ട്രീമാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ കൊമേഴ്സ് സ്ട്രീം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് 3 ഏരിയകൾ ആ കുട്ടിയെ കാത്തിരിപ്പുണ്ട്. 3 പ്രൊഫഷണൽ കോഴ്സുകൾ, CA, CMA, CS. അതുപോലെ തന്നെ MBA. കുട്ടി MBAയിലേക്കാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് പറയുന്നത്. MBAക്ക് പോകുമ്പോഴും അവിടെ ലോ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു പറയുന്നത് നമുക്ക് ഇപ്പൊ CA പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ ലോയ്ക്ക് പോകാം, ലോ പഠിക്കാം, അതിന്റെ പാരലായിട്ട് ലോ പഠിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം ലോ പഠിക്കാം. CMAക്ക് ശേഷം വേണമെങ്കിൽ ലോ പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ലോ പഠിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതുമായിട്ട് വിശദാംശങ്ങളിലേക്ക് വരാം. എനിക്ക് രവിശങ്കർ സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് സ്ട്രീം എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ പാരൻസ് എല്ലാവരും പറയുന്നത് ഒരു സയൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും അവർ എടുക്കാൻ ആവശ്യപ്പെടുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം സാറിന് എന്താണ്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ അനുഭവമാണ് എല്ലാവരെയും ഇന്ന കാര്യം ചെയ്യണം. നമ്മളൊരു അനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ അനുഭവത്തിൽ അത്തരത്തിലുള്ളൊരു അനുഭവം വരാതെ, മോശം അനുഭവമാണെങ്കിൽ അതൊരിക്കലും വരാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ രക്ഷാകർത്താക്കൾ, നേരത്തെ നമ്മുടെ കൺസൾട്ടൻറ്റ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണുന്നവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ മാതാപിതാക്കൾ ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവർ പഠനം കഴിഞ്ഞിട്ടാണ് വന്നത്, അവർ കോളേജ് പഠനം കഴിഞ്ഞു, അവരുടെ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനം കഴിഞ്ഞു. അവർ ഇത്തരം അനുഭവങ്ങളിലൂടെ ആണ് അവർ സഞ്ചരിക്കുന്നത്. ആ അനുഭവങ്ങളുടെ സമ്പത്താണ് അവരുടെ മക്കളെ അവരെന്ത് പഠിക്കണം എന്ന് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നേരത്തെ കൺസൾട്ടൻറ്റ് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ കാണുന്നത് മാതാപിതാക്കൾ ആണ് അവരുടെ കുട്ടികളെ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ അവർ കാണുന്ന ആരെയാണ്? അധ്യാപകരെയാണ്. ഈ അധ്യാപകർക്കാണ് സത്യത്തിൽ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാനൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളെക്കാളും കുട്ടികൾ ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നത് എന്ന് അവരുടെ അധ്യാപകർക്കാണ് അറിയാൻ കഴിയുക. മാതാപിതാക്കൾക്ക് ചിലപ്പോൾ കൂടുതൽ അറിയണമെന്നില്ല. കാരണം ഇപ്പോൾ കുട്ടികൾ എപ്പോഴും പരീക്ഷ എഴുതൊക്കെ പോകും. പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ മാതാപിതാക്കൾ ചോദിക്കും, മക്കളെ എല്ലാം പഠിച്ചോ? കുട്ടികൾ പറയും എല്ലാം പഠിച്ചിട്ടുണ്ട് അച്ഛൻ, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. എൻ്റെ മോളടക്കം പറയുന്ന കാര്യമാണ്, എല്ലാം പഠിച്ചിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ കുട്ടികളെടുത്ത് ചോദിച്ചാലോ, എല്ലാം ഈസി ആയിരുന്നു അച്ഛാ, വളരെ നന്നായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങൾ 2 കുട്ടികളാണ്, നിങ്ങളെല്ലാവരും ഇതാണ് പറയുക. രക്ഷാകർത്താക്കൾ എല്ലാവരും നമ്മൾ ചോദിക്കും. ഇപ്പം എൻ്റെ മോള് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ചോദിക്കും, ബസ് ഇറങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്ന വാചകമാണ്, മോള് പരീക്ഷ എങ്ങനെയായിരുന്നു? അച്ഛാ വളരെ നല്ല പരീക്ഷയായിരുന്നു, എല്ലാം പഠിച്ചതാണ് വന്നത്. പക്ഷേ ഇവരുടെ മാർക്ക് വരുമ്പോൾ ചിലപ്പോൾ 100ലാണ് മാർക്കെങ്കിൽ 80, 82 കിട്ടുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഞാനെല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയതാണ്, എങ്ങനെയാണ് എൻ്റെ മാർക്ക് പോയത് എന്നറിയില്ല. നമ്മൾ ഇതൊരു അധ്യാപകനോട്, അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്താ ചെയ്യുക? അവർക്ക് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ദേഷ്യം വരും, എൻ്റെ മോളെല്ലാം പഠിച്ചിട്ട് എഴുതിയതാണ് എന്നിട്ട് മാർക്ക് കിട്ടിയിട്ടില്ല. നമ്മളെന്താ ചെയ്യുക? നമ്മൾ മൊബൈലെടുക്കും, നേരെ ആ അധ്യാപകനെ നമ്മൾ വിളിക്കും, ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ മോൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറയുന്നു.
അപ്പോഴാണ് നമ്മൾ സത്യത്തിൽ എന്തുകൊണ്ടാണ് എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് മാർക്ക് കുറഞ്ഞത് എന്ന് മനസ്സിലാവുന്നത്. അത് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ? സാധിക്കാറില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇതൊരു അധ്യാപകനായതുകൊണ്ട് ഒന്നും പറയുന്നതല്ല. നമുക്ക് ഇത്തരത്തിലുള്ളൊരു കോഴ്സ് സെലക്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം അല്ലെങ്കിൽ ആര് തീരുമാനിക്കണമെന്ന് ചോദിച്ചാൽ ഞാനൊരു 50-50 നിൽക്കുള്ളൂ. ഒന്ന്, മാതാപിതാക്കൾക്ക് അതിന് അനുഭവത്തിലൂടെ അവർ നേടിയെടുത്ത അറിവുണ്ട്. അധ്യാപകർക്ക് ഈ കുട്ടികളെ പഠിപ്പിച്ച അനുഭവത്തിൻ്റെ സമ്പത്തുണ്ട്. ഈ രണ്ട് സമ്പത്തുകളെ നമുക്ക് 100% എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരി സാർ. എനിക്ക് ഗോപികയോട് ചോദിക്കാനുള്ളത്, ജലീഷ് സാർ പറഞ്ഞതും രവിശങ്കർ സാർ പറഞ്ഞതും കേട്ട് കാണുമല്ലോ. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഒരു കുട്ടിയെ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. അവരാണ് ആ കുട്ടിയെ എപ്പോഴും കാണുന്നത്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും നമ്മളല്ലേ നമ്മുടെ ഡിസിഷൻസ് എടുക്കേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ ലൈക്ക് ഫൈനൽ വാക്കിൽ നമ്മൾ പറയുമ്പോൾ കരിയറിൻ്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തത് നമ്മൾ തന്നെയല്ലേ? അച്ഛനമ്മമാരായാലും അധ്യാപകരായാലും നമുക്ക് നല്ലത് വരണം, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അത്രയേറെ ചിന്തയുള്ളത് കൊണ്ടാണ് അവർക്ക് ഏറ്റവും നല്ലതായ സാറ് പറഞ്ഞതുപോലെ അനുഭവത്തിൽ നിന്നും അവർക്ക് ഏറ്റവും നല്ലത് ഏത് കരിയറാണോ അത് നമുക്ക് പ്രിഫർ ചെയ്ത് തരുന്നത്. എന്നിരുന്നാലും നമുക്കതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല, നമുക്കതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മളതെടുത്തിട്ട് ഒരു കാര്യമില്ല. എല്ലാത്തിനും ഉപരി നമ്മുടെ സന്തോഷവും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അത് ഇത്ര ചെറിയ ജോലിയോ ചെറിയ കരിയറോ എന്താണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കതിൽ ഭയങ്കര സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അപ്പം എല്ലാത്തിനും ഉപരി എല്ലാവരുടെ സജഷനും നമ്മൾ കേട്ടിട്ട് നമ്മുടെ താല്പര്യവും കൂടെ അതിൽ കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജലീഷ് സർ, ഒരു കുട്ടി ഇപ്പോൾ ഒരു റോങ് ആയിട്ടൊരു സ്ട്രീം സെലക്ട് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ, പക്ഷേ അവരുടെ പാഠവും അവരുടെ കഴിവൊക്കെ മറ്റൊരു സ്ട്രീമിലെ ഒരു സബ്ജക്റ്റിലാണ്. അപ്പോൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് പഠിച്ചതും ഇഷ്ടമുള്ളതും തമ്മിലുള്ള ഒരു ലിങ്ക് എവിടെയാണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? അതായത് നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ ശരിക്കും ഒരു നാൽക്കവലയിലാണ് വന്നിരിക്കുന്നത്. ഈ നാൽക്കവലയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊമേഴ്സ് സ്ട്രീം തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കാം. ഇവിടെ ഈ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വലിയൊരു ഗുണമുണ്ട്. അതെന്ന് പറയുന്നത് PSC പരീക്ഷയ്ക്കും മറ്റെല്ലാ മത്സര പരീക്ഷകളുടെയും അടിസ്ഥാനപരമായ ചോദ്യം വരുന്നത് ഈ +2 സയൻസ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു നാൽക്കവല വീണ്ടും +2 നിങ്ങൾക്ക് ഒരു നാൽക്കവല കിട്ടുന്നുണ്ട്, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. പക്ഷെ കൊമേഴ്സ് എടുത്ത ഒരാൾക്ക് പിന്നീട് സയൻസിലേക്ക് തിരിച്ചു വരാൻ എളുപ്പമല്ല. ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരാൾക്ക് കൊമേഴ്സിലേക്ക് പോകാൻ പറ്റും, പക്ഷേ ഇപ്പൊ BComനോ അല്ലെങ്കിൽ CS-നോ CMAക്കോ CAക്കോ MBAക്കോ ഒക്കെ പോകാൻ പറ്റും. പക്ഷെ അവർക്ക് സയൻസിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ PCMB ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എടുത്ത ഒരു കുട്ടിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള അവസരം +2 കഴിഞ്ഞ് വീണ്ടും നിരവധി ഓപ്ഷൻസ് കിട്ടും. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് നമ്മൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് സബ്ജക്ട് പഠിക്കുക എന്നുള്ളതാണ്, ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്. അതുപോലെ തന്നെ ഞാനൊരു റോങ് ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിയാൻ പറ്റും. നമുക്കതനുസരിച്ച് തിരിയാൻ, നമ്മുടെ കഴിവുകൾക്കനുസരിച്ചാണ് തിരിയേണ്ടത്. ഓരോ ജോലിയും നിങ്ങളിൽ നിന്ന് ചില കഴിവുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സാറ് പത്രപ്രവർത്തനം പഠിപ്പിക്കുന്നതാണ്. ഒരു പത്രപ്രവർത്തകനാകുന്ന ഒരാൾക്ക് വേണ്ട ആ പത്രപ്രവർത്തക ജോലി ആ കുട്ടിയിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കഴിവുകളുണ്ട്. എഴുതാനുള്ള കഴിവ്, അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ അന്വേഷണ പാഠവും, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതുമായിട്ട് ആ ജോലി ആവശ്യപ്പെടുന്ന ചില കഴിവുകൾ, ആ ജോലിക്ക് വേണ്ട ചില കഴിവുകൾ. ആ കഴിവുകൾ എനിക്കുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം വേണം ആ ജോലിക്ക് നമ്മൾ ശ്രമിക്കാൻ, അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ട ആ ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. തന്നെ മദ്യം പ്രഖ്യാപിക്കേണ്ടത്, അതനുസരിച്ച് ബാറുകളുടെ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം വരണം. മറ്റു പുതിയ പ്രഖ്യാപനങ്ങൾ കാതോർത്തിരിക്കുന്നു സംസ്ഥാനത്തെ എക്സൈസ് മേഖല. അതുകൊണ്ട് തന്നെ വരേണ്ടതാണ്. പക്ഷേ ഇതുവരെയും ഇപ്പോൾ 1 മാസം പിന്നീട് 2 മാസം ഏപ്രിലും മെയ്യും പിന്നിടുന്നു. എന്നിട്ടും മദ്യനയത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കാര്യമായ തർക്കങ്ങൾ ഇല്ല എന്നാണ് ലഭിക്കുന്ന സൂചന. എങ്കിലും എന്തുകൊണ്ടോ മദ്യനയം
വൈകുന്നു. ബാറുകളുടെ ലൈസൻസ് ഫീസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നേരിയ വർധന ഉണ്ടാകുമെന്ന സൂചന ബാർ ഉടമകൾക്ക് സർക്കാർ നൽകിയിരിക്കുന്നു. 30 ലക്ഷമാണ് ബാറുകളുടെ ഇപ്പോഴത്തെ ലൈസൻസ് ഫീസ്. അത് 35-40 ലക്ഷമാക്കി ഉയർത്താനാണ് സാധ്യത. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ മദ്യനയത്തിൽ സർക്കാർ കൊണ്ടുവന്ന IT പാർക്കുകളോട് ചേർന്നുള്ള മദ്യശാലകൾ, അത് സംസ്ഥാനത്ത് നിക്ഷേപത്തിന് വരുന്ന IT മേഖലയിലെ പ്രധാന കമ്പനികൾ, അന്താരാഷ്ട്ര കമ്പനി അടക്കമുള്ളവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് ഈ IT മേഖലയിൽ തുടർച്ചയായി ജോലിയെടുക്കുന്ന ടെക്കികൾക്ക് അവർക്ക് ഉല്ലാസത്തിനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്ത് കുറവാണ്. അവർ 12-18 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഈ IT പാർക്കോട് ചേർന്ന് മദ്യശാലകൾ തുടങ്ങാനുള്ള ഒരു നിർദ്ദേശം എടുത്തത്. അത് കഴിഞ്ഞ മദ്യനയത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ചെയ്തു. 1 വർഷം പിന്നിട്ടിട്ടും ഒരു IT പാർക്കോട് ചേർന്നും ഇത്തരത്തിൽ മദ്യശാലകൾ തുടങ്ങിയിട്ടില്ല. അത് ഇതിൻ്റെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇതിൽ ആശയക്കുഴപ്പം ആണ് പ്രധാന കാരണം. മറ്റൊന്ന് അതിൻ്റെ ഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്ലബ്ബുകൾക്ക് സമാനമായ ഫീസ് ഈ IT പാർക്കുകളിലെ മദ്യശാലകൾക്ക് ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിച്ചിരുന്നു. പക്ഷേ അതിന് വലിയ വ്യാപകമായ എതിർപ്പ് ഉയർന്നു വന്നു. പിന്നെ ആർക്കൊക്കെ ലൈസൻസ് നൽകണമെന്ന കാര്യത്തിലുമൊക്കെ വലിയ അവ്യക്തതകൾ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. പക്ഷേ ഇപ്പോഴത്തെ മദ്യനയത്തിൽ വളരെ കൃത്യമായ വ്യവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഫീസിൻ്റെ തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കള്ളുഷാപ്പുകൾക്ക് സ്റ്റാർ പദവി നൽകുന്ന ബന്ധപ്പെട്ട തീരുമാനം ഈ മദ്യനയത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ദൂരപരിധിയുടെ കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ബാറുകൾക്ക് സമാനമായി കള്ളുഷാപ്പുകൾക്കും നക്ഷത്ര പദവി നൽകാൻ ഈ മദ്യനയത്തിൽ തീരുമാനമുണ്ടാകുമെന്ന സൂചനകളുണ്ട്. ഏതായാലും മദ്യനയം ഇന്നത്തെ മന്ത്രിസഭയിൽ പരിഗണനയ്ക്കില്ല എന്നാണ് ഇന്നലെ രാത്രി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, എക്സൈസ് മന്ത്രി MB രാജന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജൂൺ 7 മുതൽ സ്വകാര്യ ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നവർ ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി ചർച്ച നടത്തുന്നുണ്ട്. സമരപ്രഖ്യാപനം നൽകി നോട്ടീസ് നൽകാനാണ് അവരുടെ നീക്കം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായപരിധി നിശ്ചയിക്കണം, കൺസെഷന്റെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ഒപ്പം തന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തുടരാൻ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, കാരണം സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അതിനിടയിലാണ് ഒരു സമരപ്രഖ്യാപനം സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയിരിക്കുന്നത്. ഇവരുടെ ആവശ്യത്തോട് സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. ഇന്ന് എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച നടക്കുക? സർക്കാരിന്റെ നീക്കം ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അരുൺ, സഹിത്ത് കൺസെഷൻ എന്നും സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത്ര പെട്ടെന്ന് കൺസെഷൻ, അതായത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കാൻ ഒരു സർക്കാരും, അത് ഇടത് സർക്കാരാകട്ടെ UDF സർക്കാരാകട്ടെ, ആർക്കും കഴിയാത്തൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ബസ് ഉടമകളുടെ ദീർഘനാളായ ആവശ്യമാണ് ഈ കൺസെഷൻ എന്ന സംവിധാനം തന്നെ ഇല്ലാതാക്കണം. അത് വലിയ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടാകും. നമുക്ക് പലയിടങ്ങളിൽ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ വലിയ സംഘർഷങ്ങളിലേക്ക് വിദ്യാർത്ഥികളും ഈ ബസ് ഉടമകളുമായി, ബസ് ജീവനക്കാരുമായൊക്കെയുള്ള വലിയ സംഘർഷങ്ങളിലേക്ക് പലപ്പോഴും ഈ കൺസെഷൻ വിഷയം മാറിയിട്ടുണ്ട്. സർക്കാരിനും ഒറ്റയടിക്ക് ഈ ബസ് ഉടമകളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി അതിലുണ്ട്. കാരണം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റവും അധികം സമരം ചെയ്ത് ഒരുപക്ഷെ ഈ കൺസെഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കാം. KSUവിൻ്റെ പഴയകാല സമരങ്ങൾ മുതൽ ഇങ്ങോട്ട് SFIയും മറ്റ് വിദ്യാസംഘടനകളും ഒക്കെ കൺസെഷൻ വിഷയത്തിൽ വലിയ വൈകാരികമായി കാണുന്ന ഒരു വിഷയമാണ് കൺസെഷൻ വിദ്യാർത്ഥി സംഘം. അതുകൊണ്ട് തന്നെ കൺസെഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു നിലപാടിലേക്ക് ഒരു സർക്കാരിനും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോകാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ബസ് ഉടമകളുടെ ഈ ആവശ്യം അവർ വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു. അതെങ്ങനെ മറികടക്കാമെന്ന കാര്യത്തിൽ സർക്കാർ പല തലങ്ങളിൽ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ഇന്ന് 8 മണിക്ക് മന്ത്രി ആന്റണി രാജുവിനെ ബസ് ഉടമകളുടെ സംഘടനാ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ മൻമോഹൻ ബംഗ്ലാവിൽ കാണുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കല്ല, പകരം അവർ സമരം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ നോട്ടീസ് കൈമാറാനാണ് കാണുന്നത്. അതിനെ തുടർന്ന് ചർച്ചയുടെ സാധ്യതകളും തള്ളിക്കളയാനാകില്ല. കാരണം സജിത്ത് സൂചിപ്പിച്ച പോലെ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരമൊരു സമരപ്രഖ്യാപനം വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി ബസ് ഉടമകൾ നടത്തിയതാണ്. സർക്കാർ അതിനെ, ഈ സമരത്തെ ഈ ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്താനുള്ള സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും KSRTC ബസ്സിന് നാമമാത്രമായ സർവീസുകളുള്ള സ്ഥലമാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ വലിയ വിഭാഗം വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് സ്കൂളിലേക്ക് എത്തുന്നത്, കോളേജുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ
ഈ പാരൻസിൻ്റെ മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിരുന്നു. പാരൻസിന് എപ്പോഴും ഒരു സയൻസ് സ്ട്രീമിലോ, ഇപ്പോൾ കോമേഴ്സ് എടുക്കണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ സിവിൽ സർവീസസ് അല്ലെങ്കിൽ ലോയർ, ഇത്രയുമാണോ പാരൻസിൻ്റെ ലിസ്റ്റിലുള്ളത്? അപ്പോൾ ഈ പാരൻസിൻ്റെ ഈ മൈൻഡ് സെറ്റിന് കാരണം എന്താണ്? അതാണ് എനിക്ക് രവിശങ്കർ സാറിനോട് ചോദിക്കാനുള്ളത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തയ്യൽ പഠിപ്പിക്കാൻ ഒരു ടീച്ചറുണ്ടായിരുന്നു, സംഗീതം പഠിപ്പിക്കാൻ ഒരു ടീച്ചറുണ്ടായിരുന്നു, ഡ്രില്ല് മാഷ് എന്ന പേരിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറുണ്ടായിരുന്നു. എന്ത് നമ്മളിതൊന്നും ചിന്തിക്കാത്തത്? നമ്മുടെ കുട്ടികൾ താല്പര്യം, നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള കലാമത്സരങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നില്ലേ? അവരെ യുവജനോത്സവത്തിന് വേണ്ടിയിട്ട് എത്ര പേരാണ് ഇപ്പം നൃത്തം പഠിപ്പിക്കുന്നു, അവരെ കലാതിലകമാക്കാൻ വേണ്ടി പോകുന്നു, അവരെ അതിനുവേണ്ടി ഒരുപാട് ക്യാഷ് ചിലവാക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവരെ സംഗീത കോളേജിൽ പഠിക്കാൻ ചേർപ്പിക്കുന്നില്ല? അത് കോഴ്സ് തന്നെയല്ലേ? BA കോഴ്സിൻ്റെ ഇപ്പോൾ +2. നേരത്തെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് മതി സംഗീത കോളേജ് തന്നെ. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവരാണ് സംഗീത അധ്യാപകരായി മാറുന്നത്. അവിടെ നൃത്തം പഠിച്ചവരാണ് നൃത്ത അധ്യാപകരായിട്ട് മാറുന്നത്. അത് ജോലിയാണ്. കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. അതാണ് മോനെ ഞാൻ പറഞ്ഞത്. ഇപ്പം കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. അവരുടെ ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുമെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ഞാൻ എൻ്റെ അധ്യാപകനാണ് എന്നെ സംഗീതം പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടത്. എൻ്റെ അച്ഛൻ, ഞാൻ ഡിഗ്രി BA ഹിസ്റ്ററി ആയിരുന്നു. ഞാൻ BA ഹിസ്റ്ററി കഴിഞ്ഞിട്ട് MA ഹിസ്റ്ററിക്ക് ചേരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ആഗ്രഹം, എനിക്ക് പാട്ട് പഠിക്കണം, ഞാൻ പാട്ട് പാടിക്കൊണ്ട് നടന്നു. അപ്പോഴാണ് എൻ്റെ അധ്യാപകൻ കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂരി പറയുന്നത്, നീ സംഗീതം പഠിക്കണം, നീ തിരുവനന്തപുരത്തോട്ട് വണ്ടി കയറി തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ സംഗീതം ഐച്ഛിക വിഷയം എടുത്ത് പഠിക്കണം. അന്ന് എൻ്റെ അച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ എതിർത്ത ആളാണ്. ഞാൻ മാതാപിതാക്കളോട് എതിർത്തിട്ട് നീയായി നിൻ്റെ പാടായി എന്ന് പറഞ്ഞ് അച്ഛനോട് എതിർത്തുകൊണ്ട് തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ സംഗീതം പഠിക്കാൻ വന്ന ആളാണ് ഞാൻ സംഗീത അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതമാർഗം സംഗീതമാണ് എന്ന് ചിന്തിച്ച് ഞാൻ നടന്നുകൊണ്ട് എനിക്ക് സംഗീതം കൊണ്ട് ജീവിക്കാൻ പറ്റി. ഞാൻ എൻ്റെ അച്ഛനോടുള്ള കടപ്പാടായിരുന്നു അധ്യാപകനാവുക എന്നുള്ളത്. എൻ്റെ മാതാപിതാക്കളുടെ ലക്ഷ്യവും ഞാൻ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സംഗീത അധ്യാപകനായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് ഞാൻ ജേർണലിസം ചെയ്യുന്നു. അങ്ങനെ ഞാൻ ജേർണലിസം അധ്യാപകനായിട്ടും. അപ്പോൾ എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ വയസ്സായിട്ടിരിക്കുന്ന എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൃതാർത്ഥത എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ മകൻ ആയി കാണുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അധ്യാപകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടും രക്ഷിതാക്കളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടും അത് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ, എനിക്ക് സംഗീതം ഇഷ്ടമായതുകൊണ്ടാണ് അധ്യാപകൻ എന്നെ പറഞ്ഞു വിട്ടത്, പക്ഷേ അച്ഛൻ്റെ ആഗ്രഹമാണ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് പഠനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ചിലവർക്ക് സാധിക്കും, ചിലവർക്കത് സാധിക്കണമെന്നില്ല. അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്. എനിക്ക് ജലീസ് സാറിനോട് ചോദിക്കാനുള്ളത്, സംഗീതം, നൃത്തം മുതലായ കലകളിൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്? സംഗീതം, നൃത്തം മുതലായ കലകളിൽ ധാരാളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെ പുതിയ കാലഘട്ടത്തിലെ പുതിയ സംവിധാനങ്ങളുമായിട്ട് യോജിപ്പിക്കുമ്പോഴാണ് കൂടുതൽ അത് മിഴിവുറ്റതായിട്ട് മാറുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ സംഗീതവും നൃത്തവും പഠിക്കാനുള്ള സാധ്യതകൾ സർവകലാശാല തലത്തിൽ ലഭ്യമാണ്. ഇപ്പം കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയില് കാലടി മുഖ്യ ക്യാമ്പസില് ഇവിടെ സംഗീതത്തിലും നൃത്തത്തിലും BA, MA, PhD സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ കേരള സർവകലാശാലയുടെ കീഴിലുണ്ട്, അതുപോലെ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. അങ്ങനെ കേരളത്തിലെ സർവകലാശാലകളിൽ ഇത് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ധാരാളം. അപ്പൊ ഈ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അധ്യാപക ജോലിയാണ്, രണ്ടാമത് ആർട്ടിസ്റ്റ് ജോലിയാണ്. ഇപ്പം റേഡിയോയിലും അതുപോലെ തന്നെ ഈ നമ്മുടെ ദൂരദർശനിലും ചാനലുകളിലും ഒക്കെ ജോലി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ജോലിയൊന്നും അന്വേഷിച്ചു പോകാതെ ഇതൊക്കെ സ്വന്തമായിട്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴി, സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ സ്വയം ഉണ്ടാക്കാവുന്ന ജോലി സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ കേരളത്തിന് വെളിയില്, ഇന്ത്യക്ക് വെളിയിൽ, അമേരിക്കയില്, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്സ്, ക്ലാസിക്കൽ സംഗീതം ഇതൊക്കെ പഠിപ്പിക്കാനും അതുപോലെ ധാരാളം അവസരങ്ങൾ അവിടുത്തെ സർവകലാശാലകളിലുണ്ട്. ഇവിടുന്ന് PhD എടുത്തിട്ട് സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ PhD എടുത്തതിനു ശേഷം നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളില്, വിദേശ സർവകലാശാലകളിൽ പോയി പഠിപ്പിക്കാം. പക്ഷെ നിങ്ങൾക്ക് കഴിവുണ്ടായി, ആ കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ആരും അംഗീകരിക്കും, എവിടെയും നിങ്ങൾ അംഗീകരിക്കപ്പെടും. അപ്പൊ അവിടെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്, ശ്രമമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ രണ്ട് സംഗീതവും നൃത്തവും പോലെ തന്നെയാണ് പെയിന്റിങ്, ആർട്സ്, ഫൈൻ ആർട്സ്.
ഫൈൻ ആർട്സ് കോളേജുകൾ നമുക്ക് ഇവിടെയുണ്ട്. സംസ്കൃത യൂണിവേഴ്സിറ്റിയില് BFA, MFA, PhD സൗകര്യങ്ങളുണ്ട്. അതുപോലെ MG യൂണിവേഴ്സിറ്റിയിലുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ തിയേറ്റർ ആർട്സ്. നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് കഴിവുകളുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകളുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ തൊഴിലാക്കി മാറ്റാൻ പറ്റും. കുട്ടികളുടെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ കുട്ടികൾ കാണും. അപ്പോൾ പിന്നെ സ്വന്തം ഇഷ്ടങ്ങളും രക്ഷിതാക്കളുടെ ഇഷ്ടങ്ങളും എല്ലാം മാനിച്ചുകൊണ്ട് പഠിക്കുന്ന കുറേ കുട്ടികൾ കാണും. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് മാനസിക സംഘർഷം വരാറില്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഗോപികയ്ക്ക് വന്നിട്ടുണ്ടോ? സുഹൃത്തുക്കൾക്കോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? എൻ്റെ ഒരു സുഹൃത്തിനും ഇതുപോലെ എൻ്റെ ഒപ്പം കൊമേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ പാരൻസ് പറഞ്ഞത്, ജലീഷ് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ബയോമാക്സ് എടുത്താൽ പിന്നീട് വേണമെങ്കിൽ കൊമേഴ്സ് സ്ട്രീമിലോ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലോ എല്ലാത്തിലും പോകാം. അതുകൊണ്ട് ആദ്യം +1 +2 ബയോമാക്സ് തന്നെ എടുക്കൂ എന്ന് നിർബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ ആ കുട്ടിക്ക് അതിലൊരു താല്പര്യം വരുന്നില്ല. ആ കുട്ടിക്ക് കൊമേഴ്സ് എടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എടുക്കണം എന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം. അപ്പം അതൊരു ഒബ്ലിഗേഷൻ, പാരൻസിനോടുള്ളൊരു ഡ്യൂട്ടി എന്ന രീതിയിൽ മാത്രമാണ്. അതിലോട്ടൊരു താല്പര്യവും ഇഷ്ടവും ഇല്ല. അതുകൊണ്ട് അതിൽ അത്രയ്ക്കും സക്സസ്ഫുൾ ആവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് രവിശങ്കർ സാറിനോട് ചോദിക്കാനുള്ളത്, ഇതേപോലെ അതായത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാനിച്ചുകൊണ്ട് കുട്ടി പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണമെന്ന് സാർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാനസിക സംഘർഷം ഉണ്ടാകാമല്ലോ. സാറിന് അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? പേഴ്സണൽ എക്സ്പീരിയൻസ് എൻ്റെ 8ാം ക്ലാസ് പഠിക്കുന്ന മകളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവരോട് നമ്മളെന്നും പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മക്കളെല്ലാം പഠിക്കുന്ന എല്ലാറ്റിലും ഫുൾ മാർക്ക് വാങ്ങണം. ഏതാണ് എൻ്റെ മോൾക്ക് പഠിക്കാൻ പ്രയാസം? ഇത് ഞാൻ ചോദിച്ച കാര്യമാണ്. ഇപ്പോൾ എൻ്റെ വൈഫും അധ്യാപികയാണ്. നമ്മൾ കുട്ടികളെടുത്ത് ചോദിക്കുന്ന പോലെ ഞാൻ എൻ്റെ മക്കളെടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ മോൾക്ക് ഏതാണ് പഠിക്കാൻ വിഷമം? അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, എനിക്ക് ഹിന്ദി പഠിക്കാനാണ് ഭയങ്കര വിഷമം. അപ്പോൾ നമ്മുടെ ജലീൽ സാറ് പറഞ്ഞു, ചിലവർക്ക് ഹിന്ദി ബുദ്ധിമുട്ടാണ്, 10ാം ക്ലാസ്സിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ എൻ്റെ മോളടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛാ എനിക്ക് ഹിന്ദി പഠിക്കണ്ട, എനിക്കിഷ്ടമല്ല. അവൾ പറയുന്നത് എനിക്ക് ഹിന്ദി ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും, ഇവൾ പഠിപ്പിക്കുന്ന ഹിന്ദി അധ്യാപികയുടെ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ അധ്യാപകരുടെ പ്രശ്നമാണോ, അതോ ഇവൾക്ക് ഹിന്ദിയോടുള്ള ഇഷ്ടക്കുറവാണോ, പഠിപ്പിക്കുന്ന എല്ലാം നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാനിത് അവൾ പഠിപ്പിക്കുന്ന ഹിന്ദി ടീച്ചറെടുത്ത് ചോദിച്ചു. അപ്പോൾ അവരോട് അവൾക്ക് പഠിക്കാൻ താല്പര്യക്കുറവല്ല, എന്തോ ഒരു മടി ഹിന്ദിയോടുണ്ട്. ഇത് തീർക്കാൻ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ ഇതിനൊരു പേഴ്സണൽ കോച്ചിങ് എനിക്ക് കൊടുത്തൂടെ? ഞാൻ എൻ്റെ മകൾക്ക് ചെയ്ത അത്രയേ ഉള്ളൂ. ഇതാദ്യം ഞാനുമൊക്കെ എതിർത്താണ്. സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവിടെ ഒരുപാട് ഫീസ് കൊടുക്കുന്നുണ്ട്, ഇതിനപ്പുറത്തിന് വേറൊരു ഫീസ് കൊടുത്ത് വേറൊരു ട്യൂഷൻ, ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ട്യൂഷൻ വേണം, സ്പെഷ്യൽ കോച്ചിങ് വേണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. എൻ്റെ വീട്ടിലത് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊക്കെ എതിർത്തിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മകളുടെ വാക്കിനെ നമ്മൾ മുഖവുരൊക്കെ എടുക്കുമ്പോൾ അവൾ എനിക്ക് ഹിന്ദി പഠിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഹിന്ദി ടെക്സ്റ്റ് ചില ദിവസങ്ങളിൽ സ്കൂളിൽ കൊണ്ടുപോകില്ല. അപ്പോൾ എന്താണ്, ഇത് മടി കാരണമാണ്. ചോദിക്കുമ്പോൾ ടീച്ചർ ചോദിക്കുമ്പോൾ പറയാം, ഞാൻ ഹിന്ദി ടെക്സ്റ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്നാൽ നീ അവിടെ ഇരുന്ന് വായിക്കണ്ട, പുസ്തകം വായിപ്പിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാനിത് ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല, അവളെ ആ ഹിന്ദി എന്ന സബ്ജക്റ്റിനെ വെറുപ്പിക്കാനല്ല ഞാൻ ശ്രമിച്ചത്. ഞാൻ ചെയ്തത് എന്താണ്, ഞാൻ എൻ്റെ വീട്ടിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു, എൻ്റെ വൈഫിനോട് സംസാരിച്ചു, മകളെ മാറ്റി നിർത്തി സംസാരിച്ചു. അങ്ങനെ ചെയ്തത് എന്താണ്, അവൾക്കൊരു ഹിന്ദിക്ക് ഒരു സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തു നോക്കാം. അങ്ങനെ ഹിന്ദിക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം 8ാം ക്ലാസ് പഠിക്കുന്ന അവൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടം ഹിന്ദിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവരോട് നമുക്ക് ചോദിക്കാം. നമ്മൾ ഇതിൽ തന്നെ നിങ്ങളുടെ പാഠം 4 തന്നെ ചർച്ച ചെയ്തു പല സബ്ജക്ട്സും. കുട്ടികൾ രക്ഷകർത്താക്കൾ അവരുടെ സുഹൃത്തുക്കളാവണ്ടേ, കൂട്ടുകാരായി കഴിഞ്ഞാൽ എന്താണ്, അവർ നമ്മളോട് പറയില്ലേ? ഇപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞതുപോലെ മറ്റു കുട്ടികൾ പറയില്ലേ രക്ഷകർത്താക്കളെടുത്ത്, എനിക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അവർക്കതിന് ടാലൻ്റ് ഉണ്ടെങ്കിൽ, ഞാൻ ടീച്ചറെടുത്ത് ചോദിച്ചു അവൾക്ക് പഠിക്കാൻ ഇല്ല, അവൾക്കത് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. എനിക്ക് അവളെ പഠിപ്പിക്കാൻ 100% ആവേശം വരും. അപ്പോൾ ഞാൻ പറയുന്നത്, അവർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന പഠനത്തിൽ, അവർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ കോച്ചിങ്, എല്ലാവരും ട്യൂഷന് വിടുന്നില്ലേ, നമുക്ക് ആ സബ്ജക്റ്റിന് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാം, അവരുടെ ആത്മസംഘർഷം നമുക്ക് മാറ്റിയെടുക്കാം. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിലും സമയപരിമിതി മൂലം നമ്മൾ ഈ പാഠം 4ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്.
ഈ ചർച്ച കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടിയ പോലെയാണ് തോന്നുന്നത്. ഈ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എക്സ്പെക്റ്റേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരുപാട് കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ അറിയുന്നു. പിന്നെ ഏത് സ്ട്രീം എടുത്താൽ നമുക്ക് മറ്റൊരു സ്ട്രീമിലെ ഒരു കോഴ്സിലോട്ട് പോകാമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്കും ഈ ചർച്ച വളരെ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഗോപിക, രവിശങ്കർ സർ, ജരീഷ് പീറ്റർ സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് അദ്വൈത് എസ് സൈനിങ് ഓഫ്. നടത്താതെ